الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أما بعد، بسم الله الرحمن الرحيم. لا يتخذ المؤمنون الكافرين أولياء من دون المؤمنين، ومن يفعل ذلك فليس من الله في شيء إلا أن تتقوا منهم تقاه، ويحذركم الله نفسه، وإلى الله المصير. قل إن تخفوا ما في صدوركم أو تبدوه يعلمه الله، ويعلم ما في السماوات وما في الأرض، والله على كل شيء قدير. يوم تجد كل نفس ما عملت من خير محضرا، وما عملت من سوء تود لو أن بينها وبينه أمدا بعيدا، تود لو أن بينها وبينه أمدا بعيدا، ويحذركم الله نفسه، والله رؤوف بالعباد. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. സുഹൃത്തുക്കളെ, സൂറത്തു ആലു ഇംറാനിലാണ്, അതിലെ 28-ാമത്തെ ആയത്തിലാണ് നമ്മുടെ ചർച്ച എത്തി നിൽക്കുന്നത്. 27-ാമത്തെ ആയത്ത് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. 28-ലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം, വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ് വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ് വതർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ് എന്ന ഭാഗം നമ്മൾ ചർച്ച ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നമ്മൾ അറിഞ്ഞു, പഠിച്ചു.
ഇന്ന് വരുന്നത് ലാ യത്തഖിദുൽ മുഅ്മിനൂന അൽ കാഫിരീന ഔലിയാഅ മിൻ ദൂനിൽ മുഅ്മിനീൻ. പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ആയത്തിലൂടെ പറയുന്നത്. ലാ യത്തഖിദിൽ മുഅ്മിനൂനൽ കാഫിരീൻ. വിശ്വാസികൾ അവിശ്വാസികളെ ആക്കാതിരിക്കട്ടെ, ഔലിയാ മിത്രങ്ങളാക്കാതിരിക്കട്ടെ. വിശ്വാസികൾ അവിശ്വാസികളെ മിത്രങ്ങളാക്കാതിരിക്കട്ടെ. മിൻ ദൂനിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളെ മാറ്റി നിർത്തി വിശ്വാസികളായ ആളുകൾ അവിശ്വാസികളെ മിത്രങ്ങളാക്കുന്ന പരിപാടി ചെയ്യരുത്. വമൻ യഫ്അൽ ദാലിക്. ഇങ്ങനെ ആരാണോ പ്രവർത്തിക്കുന്നത് ഫലൈസ മിനല്ലാഹി ഫീ ശൈ. ഫലൈസ മിനല്ലാഹി ഫീ ശൈ. അല്ലാഹുവിന്റെ അടുത്ത് അവനൊരു ചുക്കുമല്ല. ആ ശൈലി വളരെ ശ്രദ്ധേയമാണ്. വലൈസ മിനല്ലാഹി ഫീ ശൈ. അല്ലാഹുവുമായുള്ള ബന്ധം പരിശോധിക്കുമ്പോൾ അവൻ ഒരു ഷൈഇലുമല്ല എന്ന് പറഞ്ഞാൽ, മലയാളത്തിൽ പറഞ്ഞാൽ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവായിട്ടുള്ള ബന്ധം പരിശോധിക്കുമ്പം അവൻ ഒരു ചുക്കുമല്ല. അള്ളാഹ്ക്ക് അവനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നർത്ഥം. ഫലൈസ മിനല്ലാഹി ഫീ ശൈ. എന്റെ ഉദ്ദേശാർത്ഥം അതാണ്. ഇല്ലാ അൻ തത്തഖൂ മിൻഹും തുഖാതൻ. ഇല്ലാ അൻ തത്തഖൂ മിൻഹും തുഖാതൻ. ആ സത്യനിഷേധികളിൽ നിന്നുള്ള കരുതൽ നടപടിക്ക് വേണ്ടിയല്ലാതെ, കരുതൽ മുൻകരുതലോടുകൂടെയല്ലാതെ, അല്ലെങ്കിൽ ചില കരുതൽ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയല്ലാതെ നിങ്ങൾ ഒരിക്കലും അവിശ്വാസികളെ മിത്രങ്ങളാക്കാൻ പാടില്ല. വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹ്. അല്ലാഹു ഈ പറഞ്ഞ നിർദ്ദേശത്തെ നിങ്ങൾ കാറ്റിൽ പറത്തി കളയുകയാണെങ്കിൽ വയുഹദ്ദിറുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഭയപ്പെടുത്തുകയാണ്, താക്കീതു ചെയ്യുകയാണ്. നഫ്സഹു, അല്ലാഹുവിന്റെ സ്വന്തം ദാത്തിന്റെ കാര്യം പറഞ്ഞ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശ്യം അല്ല ഈ പറഞ്ഞത് കേൾക്കുന്നില്ലെങ്കിൽ പടച്ചോനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും അർത്ഥം. വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹ്. അല്ലാഹു അല്ലാഹുവിനെ പറ്റി നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു, താക്കീത് നൽകുന്നു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ കാണിച്ചു തരാം. വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹ്. അല്ലാഹു അല്ലാഹുവിന്റെ ദാത്തിനെ കുറിച്ച് പറഞ്ഞ് നിങ്ങളെ താക്കീതു ചെയ്യുകയാണ്. ഞാൻ ഇപ്പുറത്തതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ട്ടോ എന്ന് പടച്ചോൻ നിങ്ങളോട് താക്കീതു ചെയ്യുന്നുണ്ട്. വഇലല്ലാഹിൽ മസീർ. അല്ലാഹുവിലേക്കാണ് നിങ്ങളുടെയൊക്കെ റിട്ടേൺ, മടക്കം. എല്ലാവരുടെയും തിരിച്ചുപോക്ക് പടച്ച റബ്ബിലേക്കാണ്. വഇലല്ലാഹിൽ മസീർ. എന്താണ് ഇപ്പൊ ഈ ആയത്തിൽ പറഞ്ഞതിന്റെ ആശയം? നേരെ അർത്ഥതലങ്ങൾ കേൾക്കുമ്പോൾ പലതും മനസ്സിലാകില്ല. പല ആയത്തുകളുടെയും സ്വഭാവം അങ്ങനെ തന്നെയാണ്. എന്നതുപോലെ ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞതിന്റെ സാരം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലാ യത്തഖിദുൽ മുഅ്മിനൂനൽ കാഫിരീന ഔലിയാ. വിശ്വാസികൾ ഒരിക്കലും അവിശ്വാസികളെ മിത്രങ്ങളാക്കാതിരിക്കട്ടെ. വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ മാനുഷികമായ ഒരു ബന്ധവും പാടില്ല എന്നാണോ പറഞ്ഞത്? അല്ല, മറിച്ച് ആദർശ ബന്ധം. അത് വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ആദർശത്തിന്റെ കാര്യത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ മിത്രങ്ങൾ അത് മുഅ്മിനീങ്ങൾ തന്നെ ആയിരിക്കണം. അത്
മുഅ്മിനീങ്ങൾ തന്നെ ആയിരിക്കണം. കാരണം എന്താ? ആദർശപരമായി പൊരുത്തപ്പെടാത്ത ഒരു വിഭാഗത്തെ നമ്മൾ നമ്പിയാൽ ആ വിഭാഗവുമായിട്ട് നമ്മൾ കൂട്ടുകെട്ടിലായാൽ മുഅ്മിനീങ്ങളെ മാറ്റി നിർത്തിയിട്ട് അവരുമായിട്ട് കൂട്ടുകെട്ടിലാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ലക്ഷ്യം എപ്പോഴും ഒന്നേ ഉണ്ടാവുള്ളൂ. അതെന്താണ്? അവര് വിശ്വസിക്കുന്ന ആദർശത്തിലും മതത്തിലും ഒക്കെ ഉറച്ചു വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മുടെ പ്രത്യയശാസ്ത്രത്തെയും മതത്തെയും ഒക്കെ എങ്ങനെ നക്കിക്കൊല്ലാൻ പറ്റും എന്നത് മാത്രമായിരിക്കും അവരാലോചിക്കുക. ഇത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഒരാൾ വരുന്നു. വന്നിട്ട് ചോദിച്ചു, നബിയെ, അടുത്ത ദിവസം യുദ്ധത്തിന് പോവുകയാണല്ലോ, സമരത്തിന് പുറപ്പെടുകയാണല്ലോ, ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന 500 ജൂതന്മാരെന്റെ കയ്യിലുണ്ട്, ഞാൻ അവരെ കൂട്ടിയാലോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. കാരണം ജൂതന്മാരെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ടീമാണ്. എന്നും വഞ്ചന മാത്രം മുഖമുദ്രയാക്കിയ ഒരു ടീമാണ് ജൂതന്മാർ. എന്നും അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജൂതന്മാര്, അതും 500 പേര്, ഈ 500 പേരെ ഇയാൾ പറഞ്ഞതനുസരിച്ചും ഇസ്ലാമിനെ സഹായിക്കും എന്ന് കരുതിയിട്ട് കൂടെ കൂട്ടിയാൽ ഇവർ 500 ആളും കൂടെ ഒത്താൽ ഇത് മൊത്തം പൊളിച്ചിടാനും അവർക്ക് കഴിയും. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. ലാ യത്തഖിദിൽ മുഅ്മിനൂനൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ. നിങ്ങളുടെ ഉള്ളറിഞ്ഞ കൂട്ടുകാർ, നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ആ കൂട്ടുകാർ മുഅ്മിനീങ്ങൾ തന്നെ ആവണം എന്ന് പ്രത്യേകം അള്ളാഹുവിന്റെ റസൂലിന് നിർദ്ദേശം വന്നു. കൂട്ടണ്ടാന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. കാരണം ജൂതന്മാർക്ക് ഏറ്റവും വെറുപ്പുണ്ടായിരുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. മുത്തുനബിയോടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ളത്. എല്ലാവരോടും ജൂതന്മാർക്ക് വെറുപ്പാണ്, എല്ലാവരോടും എതിർപ്പാണ്. ജൂതന്റെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ജൂതനെ മാത്രമേ വിശ്വസിക്കുള്ളൂ എന്നുള്ളതാണ്. ജൂതനെ മാത്രമേ വിശ്വസിക്കുള്ളൂ, അല്ലാത്ത ഒരാളെയും വിശ്വസിക്കൂല. അത് ജൂതന്മാരുടെ ഒരു ലോകമാണ്. അതന്നെയാണ് ളുരിബത്ത് അലൈഹിമു ദില്ലത്തു വൽ മസ്കന എന്ന് ഖുർആൻ പറഞ്ഞത്. അവരുടെ മേല് അപമാനവും വഷളത്തരവും നിന്ദ്യതയും അവർക്ക് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. അവർ നിന്ദ്യന്മാരും വഷളന്മാരുമാണ് എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു. ജൂതന്മാരുടെ ഈ കളികൾ മുഴുവനും നടന്നപ്പം ജൂതന്മാര് മുസ്ലിമീങ്ങളെ വല്ലാതെ ദ്രോഹിച്ച സമയത്ത് അള്ളാഹു തആല പറഞ്ഞതാണ്, ഉരിബത്ത് അലൈഹിമു ദില്ലത്തു വൽ മസ്കന. അവർക്കൊരു ശാപം എന്ന വിധത്തില് അള്ളാഹു തആല കൊടുത്തതാണ് സത്യത്തിൽ അത്. അവരെ നമ്മൾ എന്നും സമൂഹത്തിൽ വളരെ മോശപ്പെട്ടവരാക്കും. ഇത് പറയുമ്പോൾ നമുക്ക് ചിലപ്പോഴൊക്കെ ചിലർക്കെങ്കിലും ഒരു തോന്നലുണ്ടാകും, ഖുർആൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉരിബത്ത് അലൈഹിമു ദില്ലത്തു വൽ മസ്കന എന്നൊക്കെ ഖുർആൻ പറഞ്ഞിട്ട് എന്താണ് ഇപ്പൊ ജൂതന്മാര് ഉയർന്ന തസ്തികയിലല്ലേ പലപ്പോഴും ഉള്ളത്. ജോലിയിലൊക്കെ പരിശോധിച്ചാൽ ഉയർന്ന തസ്തികയിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇവരെ കാണാൻ പറ്റും. സാമ്പത്തികമായി ഉയർന്നവർ, ഇങ്ങനെയൊക്കെ ആയിട്ട് എവിടെയാ ഉരിബത്ത് അലൈഹിമു ദില്ലത്തു വൽ മസ്കന. മഹാന്മാരായ പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു ഏറ്റവും വലിയ ദില്ലത്ത്, ഏറ്റവും വലിയ ദില്ലത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിന്ദ്യത എന്ന് പറയുന്നത് എന്താണ്? ഒരു മഹാൻ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയത് കാണാം. അല്ലാ യുഅ്മിനുൽ മർഉ ഇല്ലാ നഫ്സഹ്. ഏറ്റവും വലിയ വഷളത്തരും നിന്ദ്യതയും അതാണ്. എനിക്ക് എന്നെ മാത്രമേ വിശ്വാസമുള്ളൂ എന്ന് കണ്ടാ പിന്നെ എന്റെ ഹാലുകളൊന്ന് ആലോചിച്ച് നോക്ക്. വേറൊരാള് എനിക്ക് വിശ്വാസമല്ല. ഒരാള് അവനെ മാത്രമേ അവന് വിശ്വാസമുള്ളൂ എങ്കിൽ അവനെ പോലെ നിന്ദ്യനും അവനെ പോലെ വഷളനുമായ മറ്റൊരാളെ കാണാൻ കഴിയൂല. വളരെ മോശപ്പെട്ട ആളായിരിക്കും അയാൾ. ഒന്നും അയാൾക്ക് ചെയ്യാൻ ധൈര്യം ഉണ്ടാവില്ല. ആരും വിശ്വസിക്കൂല. ഞാൻ എന്നെ തന്നെ വിശ്വസിക്കുള്ളൂ.
പിന്നെ ഇറങ്ങി നടക്കുന്നതൊക്കെ ഒരു സംശയത്തിന്റെ നിഴലിലാവൂലേ? നിങ്ങൾ എനിക്ക് ഹൈറിന് വേണ്ടി ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളെ സംശയത്തോടെയല്ലേ കാണുള്ളൂ. ഇങ്ങനെ ഒരു അവസ്ഥ, ഇങ്ങനെ ഒരു അപകടം ഇതിൽ പതിയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജൂതന്മാർ അവരെ മാത്രമേ വിശ്വസിക്കുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഒരു ടീമുമായിട്ട് ഇഴകിച്ചേരാത്തൊരു ടീം അത് ജൂതന്മാർ. ഒരു ടീം. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സാധാരണ നമ്മുടെ ദൗറത്തുൽ ഖുർആൻ പരിപാടിക്ക് വരാറുള്ളത് മുത്തനൂർ തങ്ങളാണ്. ഇപ്പൊ നാട്ടിലില്ല. ബഹുമാനപ്പെട്ട ചരക്കാപറമ്പ് തങ്ങളാണ് ഇന്ന് നമ്മുടെ സദസ്സിലെത്തിയത്. പലപ്പോഴും നമുക്ക് അതിഥിയായിട്ട് ഇവിടെ എത്തുന്നതാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ വിഷയം പൂർത്തീകരിക്കാം. നമ്മുടെ സാധാത്തുക്കൾ ആലിമീങ്ങൾക്കൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കട്ടെ. എല്ലാവിധ സന്തോഷങ്ങളും അല്ലാഹു നൽകട്ടെ. അപ്പൊ ഇവര് സത്യത്തിൽ ഇവരെ മാത്രമേ വിശ്വസിക്കുള്ളൂ. എവിടെ ചെന്നാലും ഇവർക്ക് ഒരു ഒറ്റപ്പെടൽ ഉണ്ടാവും. ഒരൊറ്റപ്പെടൽ സ്വഭാവം എല്ലാ സ്ഥലത്തും ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലും ആരുമായിട്ടും കൂടിക്കലരാത്ത, ഇഴകിച്ചേരാത്ത ഒരു വിഭാഗം ജൂതന്മാരായിരുന്നു. ജൂതനെ വിശ്വസിക്കുന്നു, മറ്റുള്ളവരെ ഒന്നും വിശ്വസിക്കൂല. താൽക്കാലികമായ ചില കൂട്ടുകെട്ടുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാകും, മുസ്ലിമീങ്ങളെ എതിർക്കാൻ വേണ്ടി മാത്രം. അത് പിന്നെ എല്ലാ അവിശുദ്ധ കൂട്ടുകെട്ടുകളും ഒന്നിക്കുന്ന ഒരിടമാണത്, മുസ്ലിമീങ്ങളെ എതിർക്കുന്ന വിഷയത്തിന്. കാരണം ജൂതനും നസ്രാനിയും തമ്മിൽ ഒരിക്കലും യോജിക്കൂല. ക്രിസ്ത്യാനിയും ജൂതനും തമ്മിൽ ഒരിക്കലും യോജിക്കൂല. കാരണം ജൂതന്റെ വിശ്വാസം ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹാ തേവിടിശി പെണ്ണാണ്, അവിടുന്ന് വ്യഭിചരിച്ചിട്ടാണ് ഈസാ നബി അലൈഹി സ്വലാം ഉണ്ടായത്. മഅദല്ലാഹ്, അല്ലാഹു കാക്കട്ടെ. എന്നിട്ടും നോക്ക് നിങ്ങൾ, ഈസ എന്ന് പറയുമ്പോഴേക്ക് മൽഊൻ എന്ന് പറയുന്ന, മറിയം എന്ന് പറയുമ്പോഴേക്ക് തേവിടിശി എന്ന് വിളിക്കുന്ന ഈ കൗമിനോടൊപ്പം അവർ തോളിൽ കൈയിട്ട് ഒന്നാണ്. അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഒന്നായിരിക്കും മുസ്ലിമീങ്ങളെ അടിക്കുന്ന വിഷയത്തിൽ. ഈ പാവപ്പെട്ട മുസ്ലിമിന്റെ അടുത്ത് നിന്ന് ഇവർ ഈസാ നബിയുടെ പേര് പറഞ്ഞാൽ അലൈഹിസ്സലാം എന്ന് പറയും. ഈസാ നബി അള്ളാഹുവിന്റെ പുത്രനാണെന്ന് സമ്മതിക്കില്ലെങ്കിലും, ഈസാ നബി അലൈഹിസ്സലാം മരിച്ചു പോയിട്ടുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കില്ലെങ്കിലും, അങ്ങനെയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പല്ലേ, അവരുടെ പ്രവാചകന് വേണ്ടി നന്മ കൊണ്ട് പ്രാർത്ഥിക്കുന്ന, രക്ഷ കൊണ്ട് പ്രാർത്ഥിക്കുന്ന അലൈഹിസ്സലാം എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മളാ അപ്പുറത്ത് മൽഊൻ എന്ന് വിളിക്കുകയാണ് കേൾക്കുമ്പോഴേക്ക്. എന്നാലും ഇവർ ഒറ്റക്കെട്ട, അത് താൽക്കാലിക ഒരു ബന്ധം മാത്രമാണ്, ഒരു ഉപരിപ്ലവ ബന്ധം മാത്രമാണ്, ഉള്ളിൽ തട്ടിയ ബന്ധം അല്ലാതെ. അത് മനസ്സിലാക്കണം. ഇവർക്ക് സത്യത്തിൽ ഇവരെ മാത്രമേ വിശ്വാസമുള്ളൂ. അല്ലാഹു തആല ഇവർക്ക് കൊടുത്ത ഒരു ശിക്ഷയായിരുന്നു, അന്ന് കളിച്ചതിന്റെ ഫലമായി കൊടുത്ത ഒരു ശിക്ഷ ഖുർആൻ പറയുന്നുണ്ട്. വഖത്തഅനാഹും ഫിൽ അർളി ഉമമ, വഖത്തഅനാഹും ഫിൽ അർളി ഉമമ. നാട് കടത്തിയായിരുന്നു അല്ലെ, മദീനയിൽ നിന്ന് ആകെ നാട് കടത്തി. എന്നിട്ട് വഖത്തഅനാഹും ഫിൽ അർളി ഉമമ. മാത്രമല്ല അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തല്ല, അന്ന് മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? പലസ്തീനിൽ നിന്ന് തന്നെ, അല്ല ഇസ്രായേലിൽ നിന്ന് തന്നെ അവിടെ വെച്ച്, ഇതൊന്നാൽ അന്നത്തെ പലസ്തീൻ, ഇസ്രായേൽ പിന്നെ ഉണ്ടായതാണ്, ജോർദാൻ ഇവിടങ്ങളിൽ നിന്നൊക്കെ അവരെ നാട് കടത്തിയിട്ട് ഭൂമിയുടെ പല ഭാഗങ്ങളിലേക്ക് അവരെ വലിച്ചെറിഞ്ഞു. അള്ളാഹ് പറഞ്ഞത് എത്ര കറക്റ്റായിട്ട് പുലർന്നു നോക്ക് നിങ്ങൾ. ജൂതന്മാരെ നാം ഭൂമിയിൽ വെട്ടിയെറിഞ്ഞു, കഷ്ണം വെട്ടിയെറിഞ്ഞു എന്നാ നേരെ അതിന്റെ അർത്ഥം. കഷ്ണം വെട്ടിയെറിഞ്ഞു, അങ്ങനെ പല ഭാഗത്തേക്കുമായിട്ട് വലിച്ചെറിഞ്ഞു. പല ഭാഗത്തേക്കും അവരെ നാട് കടത്തി, അവരെ പല ഭാഗത്തുമായി. എന്തിനാ? ഇവർ ഒരുമിച്ച് നിന്നാ ഫിത്ന ഉണ്ടാക്കുന്ന എഴുതിയിട്ടാ. എല്ലാ ഭാഗത്തും ഒരു 10 കുടുംബം അവിടെ, 10 കുടുംബം, അങ്ങനെയാണ് നമ്മുടെ കൊടുങ്ങല്ലൂരടക്കം.
ഇത് വന്നുപെട്ടത്. എല്ലായിടത്തും ഇപ്പോഴും ജൂത കുടുംബം കഴിഞ്ഞോന്നറിയില്ല. കൊടുങ്ങല്ലൂരിൽ അടുത്ത കാലം വരെ ജൂത സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോന്നറിയില്ല. എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ കേറിപ്പോയിക്കൊണ്ടിരിക്കുക. എങ്ങോട്ടാ പോകുന്നത്? ഇസ്രായേലിലേക്കാ പോകുന്നത്. ഇസ്രായേലിൽ ഇപ്പൊ നമ്മൾ ചെന്ന സമയത്ത് കൃത്യമായിട്ട് കണ്ടു, ഒരുപാട് വീടുകൾ, ആൾതാമസമില്ലാത്ത പുതിയ വീടുകൾ ഇങ്ങനെ നിർമ്മിച്ചിരിക്കുകയാണ്. ലോകത്ത് എവിടെ ഒരു ജൂതന് കുഞ്ഞ് പറന്നു വീണാലും അപ്പൊ അവിടെ ഒരു വീട് കയറി. കാരണം അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള സംഗതിയാണ്. ഇത് സത്യത്തില് നമുക്ക് വല്ലാത്തൊരു വേദന ഉണ്ടാക്കുന്ന സംഗതിയാണ്. അവിടെ ചെന്ന് പലസ്തീന്റെ ഇസ്രായേലിന്റെ ഇടയിലുള്ള ആ വലിയ മതില് കാണുമ്പോൾ ഇവരുണ്ടാക്കിയ അല്ലെ, ബാൽഫർ കരാർ പ്രകാരമാണ് പഴയകാലത്ത് ഇസ്രായേൽ രാഷ്ട്രം നിലവിൽ വന്നത് എന്നൊക്കെ നമുക്കറിയാം. ഇതിനൊക്കെ സാഹചര്യം എന്താണ്? ഇത് പടച്ചോന്റെ തീരുമാനമാണ്. ബേജാറാവൊന്നും വേണ്ട. ഞാൻ നമ്മുടെ യാത്രയിൽ പറഞ്ഞു, ഇതിൽ നമ്മൾ ബേജാറാവേണ്ട ഒരു കാര്യമില്ല. കാരണം ഇപ്പൊ നമുക്ക് തൽക്കാലം സങ്കടം ഉണ്ടെങ്കിലും പാവപ്പെട്ട പലസ്തീനികൾ ദ്രോഹിക്കപ്പെടുന്നത് കാണുമ്പോ വേദനയുണ്ടെങ്കിലും വിഷമമുണ്ടെങ്കിലും ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവും. ഇതിനൊരു അവസാനം ഉണ്ടാവും. ഇത് അവിടെ ചെന്ന് കണ്ടെങ്കിൽ ശരിക്കും ബോധ്യപ്പെട്ടുള്ളൂ നമ്മൾ ഈ പറയുന്ന സംഗതികൾ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അടുത്തു പോകുന്ന യാത്രയിലേക്ക് ഒരുപാട് ആളുകൾ ഈ സദസ്സിൽ നിന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സാധിപ്പിച്ചു തരട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പഹയന്മാര് സത്യത്തിൽ ദുൽമുണ്ടാക്കും. അപ്പൊ അത് ഉണ്ടാക്കാൻ സമയമാകുമ്പം ഇവരെ ആ ഉണ്ടാക്കിയതിന്റെ പേരിൽ പിടിച്ച് ശിക്ഷിക്കാനും കൂടെ സമയമാകുമ്പോ അല്ലാഹു തആല എല്ലാം കൂടെ ഒരു ഭാഗത്തേക്ക് ഒരുമിച്ച് കൂട്ടും. അപ്പോഴല്ലേ ഒറ്റടിക്ക് ഇത് പണി തീർക്കാൻ പറ്റുള്ളൂ. അതാണ് ജൂതരാഷ്ട്രം. സംശയിക്കണ്ട. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറയുന്നു. സൂറത്തുൽ ഇസ്രായിൽ പറയുന്നത് കാണാം, വഖളൈനാ ഇലാ ബനീ ഇസ്രായീല ഫിൽ കിതാബി لتفسدن في الأرض مرتين ولتعلن علوا كبيرا فإذا جاء وعد أولاهما بعثنا عليكم عبادا لنا أولي بأس شديد فجاسوا خلال الديار وكان وعدا مفعولا ثم رددنا لكم الكرة عليهم وأمددناكم بأموال وبنين وجعلناكم أكثر نفيرا إن أحسنتم أحسنتم لأنفسكم وإن أسأتم فلها فإذا جاء وعد الآخرة ليسوءوا وجوهكم وليدخلوا المسجد كما دخلوه أول مرة وليتبروا ما علوا تتبيرا. ഇത് വിശുദ്ധ ഖുർആൻ. ഈ പറയുന്ന ഭാഗം നമ്മളിങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ വല്ലാത്ത ഒരു സംഭവമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ശരിക്ക് ഇത് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഈ ആയത്തിന്റെ അർത്ഥം ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സമാധാനം കിട്ടും. എന്ന് പറഞ്ഞാൽ ഫിത്നയും ഫസാദും ഒക്കെ ഈ ടീം ഉണ്ടാക്കുകയാണെങ്കിലും ഇതാ ഒരു ടൈം, ഒരു സമയം ഇവിടെ വരുന്നുണ്ട്. ആ സമയത്ത് ഇതെല്ലാം അതിന്റെ ഭംഗി പോലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭംഗി പോലെ എല്ലാം തകർത്തെറിയുന്ന, ജൂതരാഷ്ട്രം മുഴുവനും നശിപ്പിക്കുന്ന ഒരു സമയം വരുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നിപ്പോ ബൈത്തുൽ മുഖദ്ദസ് അവരുടെ അധീനത്തിലാണെന്ന് പറഞ്ഞ് നമ്മൾ സങ്കടപ്പെടുന്നു. ആരാധനകളൊക്കെ മുസ്ലിമീങ്ങളുടേതാണ് നടക്കുന്നത്, പക്ഷെ അധികാരം അവരുടേതാണ്. കണ്ടാൽ സങ്കടം തന്നെയാണ്. എന്തു അവർക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അവരുടെ കയ്യിലാണ് സംഗതി ഉള്ളത്. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോ വിഷമല്ലേ? പക്ഷേ ഈ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ? കിട്ടുമെന്നാണ് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എപ്പോഴും. പക്ഷെ ഞാൻ പറയുന്നത് കിട്ടും. എന്തുകൊണ്ട് കിട്ടും? അല്ലാഹു തആല അവന്റെ ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞു. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് ഹയാത്തുള്ള കാലത്ത് എപ്പോഴും പറയാറുണ്ടായിരുന്നു, ബേജാറാകണ്ട, ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങൾക്ക് കിട്ടും. അത് മുസ്ലിമീങ്ങൾ അന്തസ്സോടുകൂടെ കയ്യിലാകും. മുസ്ലിമീങ്ങളുടെ
ജൂതന്മാര് തകരും. കാരണം ഹദീസിലുള്ളതല്ലേ, സ്വഹീഹ ഹദീസിലുള്ളതല്ലേ ജൂതന്മാർക്ക് നാശം വരുന്നുണ്ട്. ജൂതന്മാർക്ക് നാശം വരുന്നുള്ളത് എപ്പോഴാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഖിയാമത്ത് നാളോളം എത്തേണ്ടി വരുമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഖിയാമത്ത് നാളിന് മുമ്പ് ഉണ്ടാകും. ഞാൻ ആയത്തിന്റെ അർത്ഥം മാത്രം ഒന്ന് പറയാം. وَقَضَيْنَا إِلَى بَنِي إِسْرَائِيلَ فِي الْكِتَابِ وَقَضَيْنَا നമ്മുടെ ഫൈനൽ തീരുമാനമാണ്. അള്ളാഹു പറയുന്നു, നമ്മുടെ അന്തിമ തീരുമാനമാണ്. ഇലാ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലിന്റെ കാര്യത്തിൽ ബനു ഇസ്രായേലിലേക്ക് നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഫിൽ കിതാബ്, വിശുദ്ധ ഖുർആനിലൂടെ ബനു ഇസ്രായേലിനെ കുറിച്ച് ഇതാ നമ്മളൊരു തീരുമാനം എടുത്തിരിക്കുന്നു. ഒരു ഫൈനൽ തീരുമാനം എന്റെ ഭാഗത്ത് നിന്ന് ബനു ഇസ്രായേലിന്റെ കാര്യത്തിൽ വരുന്നു. ലതുഫ്സിദുന്ന ഫിൽ അർളി മർറതൈൻ, ലതുഫ്സിദുന്ന ഫിൽ അർളി മർറതൈൻ. ഓ ജൂതന്മാരെ, നിങ്ങൾ 2 തവണ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കും. ലതുഫ്സിദുന്ന ഫിൽ അർളി മർറതൈൻ, നിങ്ങൾ ഭൂമിയിൽ 2 തവണ കുഴപ്പമുണ്ടാക്കും. വലതഅലുന്ന ഉലുവൻ കബീറ, നിങ്ങൾ വലിയ ധിക്കാരം കാണിക്കുകയും ചെയ്യും, വലിയ അഹങ്കാരം അഹങ്കരിക്കുകയും ചെയ്യും. വലതഅലുന്ന ഉലുവൻ കബീറ. ശരിക്ക് ഈ അഹങ്കാരം നമുക്ക് കണ്ടുകൊണ്ട് ഇങ്ങനെ കാണാം. പാവപ്പെട്ട പലസ്തീനികൾ അങ്ങനെ വിവസ്ത്രരായിട്ട് ആക്കിയിട്ട് അവരെ പരിശോധിക്കുന്നത്, ചെക്കപ്പ് നടത്തുന്നത് കണ്ടാ വേദന തോന്നിപ്പോവും. സ്വന്തം നാട്ടില് ഇറങ്ങി നടക്കാൻ അവരനുഭവിക്കുന്ന വിഷമം. അപ്പുറത്തെല്ലാ ആയുധങ്ങളും കോപ്പുകളും ഉണ്ട്, ഇപ്പുറത്ത് വിസ്മിയല്ലി കല്ലുകൊണ്ടാ പ്രതിരോധിക്കുന്നത് പാവങ്ങള്. അതാ നമ്മൾ കാണാൻ കഴിയുന്നത്. നിങ്ങൾ കുഴപ്പമുണ്ടാക്കും, ഉറപ്പാണ്. 2 കുഴപ്പം പ്രധാനമായും നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ നിങ്ങളെ ധിക്കാരം എഴുന്നള്ളിക്കും. ഒന്നാമത്തതിന്റെ സമയം വരുമ്പോൾ, ഒന്നാമത്തെ കുഴപ്പം അതിന്റെ മൂർധന്യത ശൈലത്തി നിൽക്കുമ്പോൾ, 2 കുഴപ്പമുണ്ട്. 2-ൽ ഒന്നാമത്തതിന്റെ സമയം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മേൽ നാം പറഞ്ഞയക്കും. ജൂതന്മാരോട് അല്ലാഹു പറയണത് എന്റെ വിശുദ്ധ ഖുർആനിലൂടെ എന്റെ തീരുമാനമാണെന്ന് പറഞ്ഞിട്ടാ പറഞ്ഞത്. വഖളൈനാ ഇലാ ബനി ഇസ്രായീല ഫിൽ കിതാബ്, ബഅത്നാ അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ പറഞ്ഞുവിടും. ഇബാദൻ ലനാ, നമ്മുടെ അടിമകളെ, എന്റെ അടിമകളെ നിങ്ങളുടെ മേൽ ഞാൻ പറഞ്ഞയക്കും. ഉലി ബഅ്സിൻ ശദീദ്, വീരശൂര പരാക്രമികളായ എന്റെ അടിമകളെ. എണീക്കാൻ വയ്യാത്ത പോലെ അല്ല, ഉലി ബഅ്സിൻ ശദീദ്, നല്ല ശക്തരായ, നിങ്ങളെ ഇഞ്ചോടിഞ്ച് പിടികൂടി ശിക്ഷിക്കാൻ കെൽപ്പുള്ള വീരശൂര പരാക്രമികളായ ആ ആളുകളെ നിങ്ങളുടെ മേൽ പറഞ്ഞയച്ചിട്ട് വീരശൂരരായ എന്റെ അടിമകളെ പറഞ്ഞുവിട്ട് അവർ നിങ്ങളെ വീടുകളിൽ കയറി നിങ്ങളെ അരിച്ചു പെറുക്കും. അവർ നിങ്ങളുടെ വീടുകളിൽ കയറി അരിച്ച് പെറുക്കും. ഇത് പ്രവർത്തിക്കപ്പെടാനുള്ള വാഗ്ദാനാണ്, മോഹിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ വാഗ്ദാനല്ല. അല്ലാഹു പറയണം, ഇത് സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച് പറയുന്ന വാഗ്ദാനാണ്. നടക്കും എന്ന് അള്ളാഹു എന്ന് പറയാണ്. അങ്ങനെ നിങ്ങളെ നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞു. നിങ്ങളെ വീടുകളിൽ കയറി എന്റെ മുഅ്മിനീങ്ങളായ അടിമകൾ അരിച്ച് പെറുക്കി നിങ്ങളെ നശിപ്പിക്കും. വീണ്ടും നിങ്ങൾക്ക് നാം തിരിച്ചു തരും. അൽ കറ, വീണ്ടും ഒരു തവണ നിങ്ങൾക്ക് നാം തിരിച്ചു നൽകും. അലൈഹിം, മുഅ്മിനീങ്ങളുടെ മേൽ ആധിപത്യം തിരിച്ചു തരും. വഅംദദ്നാകും, അങ്ങനെ നിങ്ങളെ നമ്മൾ സഹായിക്കും. ബി അംവാലിൻ വബനീൻ, ധാരാളം സമ്പത്തും ആൾബലവും സാമ്പത്തിക ബലവും സമ്പത്തും മക്കളും ഒക്കെ തന്നിട്ട്, ആളും സമ്പത്തും ഒക്കെ തന്നിട്ട് നിങ്ങളെ സഹായിക്കും. ജൂതന്മാർക്ക് അത്രണ്ട് എന്ന് പറയണ്ട, ഇത് അള്ളാഹു കൊടുക്കുന്നു പറഞ്ഞതാണ്. രണ്ടാമത്തെ ഒരു തിരിച്ചുവരവുണ്ട്. അന്ന് മക്കളെയും സമ്പത്തും ഒക്കെ കൊടുക്കും. ഏറ്റവും കൂടുതൽ ബലമുള്ള ഒരു സംഘമാക്കി, ഏറ്റവും കൂടുതൽ ആൾബലമുള്ള ഒരു സംഘമാക്കി നിങ്ങളെ നമ്മൾ മാറ്റും ജൂതന്മാരെ
എന്നിട്ട് ഇൻ അഹ്സൻതും അഹ്സൻതും ലി അൻഫുസികും വ ഇൻ അസഅതും ഫലഹാ. പരീക്ഷണാർത്ഥം അള്ളാഹു നിങ്ങൾക്ക് രണ്ടാമത് തന്ന ഈ ഒരു തിരിച്ചുവരവിൽ നിങ്ങൾ നേരെ നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണം. അല്ല, നിങ്ങൾ മോശപ്പെട്ട കളി, ചീഞ്ഞ കളി കളിക്കുകയാണെങ്കിൽ ഫലഹ, അതിന്റെ അനന്തരഫലം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും, അനുഭവിക്കേണ്ടി വരും. ഫഇദാ ജാഅ വഅദുൽ ആഖിറ, ഊലാഹുമ നേരത്തെ പറഞ്ഞു, രണ്ടു ഫസാദ് ഉണ്ടാക്കും. ഒന്നിന്റെ സമയം വരുമ്പോൾ അത് അതിന്റെ മൂർധന്യ ദശയിലെത്തുമ്പോൾ നശിപ്പിച്ചു കളയും. രണ്ടാമത്തതിന്റെ സമയമാകുമ്പോൾ നിങ്ങളുടെ മുഖങ്ങളെ കെടുത്തിക്കളയാൻ, നിങ്ങളുടെ മുഖം കെടുത്തിക്കളയാൻ, നിങ്ങളെ ദുഃഖിപ്പിക്കാനും, വലിയദുഖുലുൽ മസ്ജിദ, മുസ്ലിമീങ്ങൾ അവരുടെ പള്ളിയായ മസ്ജിദുൽ അഖ്സയിൽ കയറാനുമുള്ള സമയമാകുമ്പോൾ, കമാ ദഖലൂഹു അവ്വല മറ, ആദ്യത്തെ തവണ കടന്നതുപോലെ വീണ്ടും മുസ്ലിമീങ്ങൾ അതിൽ തിരിച്ചു കയറാൻ സമയമാകുമ്പോൾ ആണ് അത് അന്ന് നടക്കുക. വലിയുതബ്ബിറു മഅലു തത്ബീറ, അവർ കെട്ടിപ്പൊക്കിയ ബിൽഡിങ്ങുകള്, അഹങ്കാരത്തിന്റെ പേരിൽ അവർ കെട്ടിപ്പൊക്കിയ ബിൽഡിങ്ങുകളൊക്കെ തകർക്കാനുമുള്ള സമയമാകുമ്പോൾ അതും ഞാൻ നടപ്പിലാക്കുന്നതാണ് അള്ളാഹു പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, ഈ സമയത്തേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞിട്ട് രണ്ടു തരം ഫസാദ് ഉണ്ടാക്കുന്നു, അതിൽ അവർ അഹങ്കരിക്കുന്നു. ആ അഹങ്കാരം കാരണമായി അല്ലാഹു തആല ആദ്യത്തെ തവണ അഹങ്കാരം വല്ലാതെ തലക്ക് പിടിക്കുന്ന ഒരു നേരത്ത് അവരെ നേരെ അല്ലാഹു തആല ശരിയാക്കി കളയും എന്നും ആദ്യം നമ്മൾ പറഞ്ഞു. അതെപ്പോഴാ നടന്നത്? അതാദ്യം ഒന്ന് കേൾക്കണമല്ലോ, അപ്പോഴല്ലേ രണ്ടാമത്തേൽ ഒരു വിശ്വാസം കിട്ടുക. അത് നടന്നത് സയ്യിദുനാ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത്. ബഅത്നാ അലൈക്കും ഇബാദൻ ലനാ ഉലി ബഅസിൻ ശദീദ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. നമ്മൾ നല്ല ധീരരായ എന്റെ അടിമകളെ നിങ്ങളെ മേൽ പറഞ്ഞേക്കൂ, എന്നിട്ട് അവർ കയറിയിട്ട് നിങ്ങളെ വീട്ടിൽ കയറി അരിച്ചു പെറുക്കുങ്ങളെ. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണ് അത് നടന്നത്. ഏറ്റവും കൂടുതൽ ഫതഹുകൾ നടന്നത് സയ്യിദുനാ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത്. അന്നാണ് ഈ പറയപ്പെട്ട രാജ്യങ്ങളൊക്കെ മോചിപ്പിച്ചെടുത്തത്. അന്ന് ഉമർ റളിയല്ലാഹു ഉണ്ടാക്കിയ കരാറ് ഇപ്പോഴും അവിടെ മസ്ജിദ് ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറഞ്ഞിട്ട് ഒരു പള്ളി ഇപ്പോഴും ഉണ്ട്, അതിന്റെ പുറത്തുണ്ട്. നിങ്ങളായിട്ട് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ദ്രോഹിക്കൂല എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ ഒപ്പുള്ള ആ കത്ത് ഇന്നും അതിന്റെ പുറത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു ദ്രോഹത്തിന് വരാഞ്ഞാൽ മതി, ഞങ്ങൾ ആക്രമിക്കാഞ്ഞാൽ മതി, എന്തൊരു കുഴപ്പവരുണ്ടാക്കുക. അപ്പോ ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിനും കൂട്ടരും കടന്നയെന്ന് ഇത് മോചിപ്പിച്ചെടുത്തു. അത് ശരിക്കും തന്നെയായിരുന്നു. വീട്ടിൽ കയറിയിട്ട് അരിച്ച് പെറുക്കി വൃത്തിയാക്കിയ ഒരു സമയമാണ്. അങ്ങനെ മുഴുവനും പല നാട്ടിലേക്ക് ഓടി. ഇനി രണ്ടാമത്തതിന്റെ സമയം വരുമ്പോൾ അതാണ് ഏകദേശം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നത്. അന്ന് മുസ്ലിമീങ്ങൾ മസ്ജിദുൽ അഖ്സയിൽ തിരിച്ചു കയറും. ഇവർ കെട്ടിപ്പൊക്കിയതൊക്കെ തകർക്കും. ഇത് എളുപ്പാകണമെങ്കിൽ, ജൂതന്മാരെ മുഴുവനും കൂടെ നശിപ്പിക്കൽ എളുപ്പമാണെങ്കിൽ അങ്ങോട്ട് എത്തണമല്ലോ. അതുകൊണ്ടാണ് രണ്ടാമത്തതിന്റെ സമയം വരുമ്പോ പെടല്ല. ഇനി ഈ സൂറത്തുൽ ഇസ്രായിൽ തന്നെ അവസാന ഭാഗം വരുമ്പോഴേക്ക് ഒരു ആയത്തും കൂടെ വരും. രണ്ടാമത്തെ വാഗ്ദത്തത്തിന്റെ സമയമാകുമ്പോ ജൂതന്മാരെ നിങ്ങളെ നമ്മള് ഒരിടത്തേക്ക് വലിച്ചു കൂട്ടിക്കൊണ്ടുവരും. രണ്ടാമത്തെ ശിക്ഷക്ക് നേരമാകുമ്പോ ഭൂമിയുടെ പല ഭാഗങ്ങളിലായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി നാം വെട്ടിയെറിഞ്ഞു എന്ന് പറഞ്ഞ ജൂതന്മാരെ ഒരിടത്തേക്ക് ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരും. അതിന്റെ ഭാഗമാണ് കൊല്ലങ്ങളായിട്ട് തുടങ്ങിയ ഈ ജൂതരാഷ്ട്രം. ബേജാറാവണ്ട, ഇതിലൊക്കെ ഒരു ഭാഗത്തേക്ക് വരണേ ഇതിലൊക്കെ ഒരു രാഷ്ട്രം വേണമല്ലോ. അപ്പോഴല്ലേ ഒരു ഭാഗത്ത് ഒതുങ്ങി കിട്ടുള്ളൂ. ഇങ്ങോട്ട് ഒറ്റ പണിക്ക് ഒറ്റ അടിക്ക് ഇവരെ മുഴുവനും നശിപ്പിക്കും അല്ലാഹു. അതിനു വേണ്ടിയുള്ള എത്ര കൃത്യമാണ് പറഞ്ഞ പ്രയോഗം. ജിനാബിക്കും ലഫീഫ, നിങ്ങളെ ഒരു ഭാഗത്തേക്ക് ഒരു കൂട്ടുന്നതാണ്. നിങ്ങളെ ഒരു ഭാഗത്തേക്ക് ഒരു കൂട്ടും. ആ ലഫീഫ്, ജിനാബിക്കും ലഫീഫ, ഒരു ഭാഗത്തേക്ക് നിങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരും. അപ്പൊ അത്രേ ഇതിന് കരുതേണ്ടതുള്ളൂ. അതിലൊന്നും ബേജാറാകാനൊന്നുമില്ല. ഇതൊക്കെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അപ്പോഴല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞത്, വൃക്ഷത്തിന്റെ പിറകിൽ ഇവർ അഭയം തേടും. മുത്തുനബി പറഞ്ഞു,
ഗർഖദ് വൃക്ഷം ഇപ്പോഴും പോകുമ്പോ കാണാം. ഗർഖദ് വൃക്ഷങ്ങൾ ജൂതന്മാർ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. അവിടെ ഉണ്ട്. അതിന്റെ പേര് ഗർഖദ് എന്ന് തന്നെയാണ് വൃക്ഷത്തിന്റെ പേര്. ഇപ്പോഴും പറയും, ഹദീസിലുണ്ട് ഗർഖദ് വൃക്ഷം. ഈ ഗർഖദ് വൃക്ഷം ജൂതന്മാരുടെ വൃക്ഷമാണ്. അവർക്ക് അഭയം നൽകുമെന്ന് വിചാരിച്ചിട്ട് ഇവർ നട്ടുപിടിപ്പിച്ചതാണ്. എന്നിട്ട് ഈ ഗർഖദ് വൃക്ഷം അത് ഒളിച്ചു നിൽക്കാൻ ജൂതന് മുസ്ലിമീങ്ങളിൽ നിന്ന് നേരിടുന്ന തിരിച്ചടി, അതിൽ ജൂതന്മാർക്ക് അതിൽ നിന്ന് രക്ഷ കിട്ടാൻ ഒളിച്ചു നിൽക്കാനുള്ള മരം. ഗർഖദ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം കാണുന്നതിന് മുമ്പ് മനസ്സിലാക്കിയിരുന്ന വലിയ മരമാണെന്ന്. മരല്ല, അങ്ങനെ കാട് മൂടിക്കിടക്കുന്ന ഒരു തരം മുൾച്ചെടിയാണ്. കാട് മൂടിക്കിടക്കുന്ന എന്ന് പറഞ്ഞാൽ ഒളിക്കാൻ പറ്റിയ സാധനം. നല്ല കാടാണ്. അതിന്റെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റൂല. അത്രയും ഇടതൂർന്ന് നിൽക്കുന്ന കാടാണ്. വലിയ ഉയരമൊന്നുമില്ല. ഏകദേശം ഒരാള് എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ അങ്ങോട്ട് മറയുന്ന ഉറപ്പില്ല, അത്രയേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിയില്ല. ഇത്രയും ഇടതൂർന്ന സാധനം. മുള്ളുകളില്ല, പറഞ്ഞത് മുൾമരമൊക്കെ പോലെ തോന്നിപ്പോകും നമുക്ക് കണ്ടാൽ. ഇതുമലും മുള്ളൊന്നുമില്ല. അപ്പോ നല്ല നിറഞ്ഞ് ഇടതൂർന്ന് നിൽക്കുന്ന കാട്ടിൻ കൂട്ടങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ കാണും. ഇതാണ് ഗർഖദ് വൃക്ഷം എന്ന് അവർ പറഞ്ഞത്. ഈ ഗർഖദ് വൃക്ഷത്തിന്റെ പിറകിൽ ഇരിക്കുമ്പോ മോമിനിങ്ങൾ വരെ ഇങ്ങനെ തെരഞ്ഞെടുക്കായിരിക്കും. അപ്പൊ ഗർഖദ് വൃക്ഷത്തിന്റെ പിറകിൽ അഭയം തേടുമ്പോൾ ഗർഖദ് വൃക്ഷം വിളിച്ചു പറയും, മുഹമ്മദുർ റസൂലുള്ളാഹി യാ മുഅ്മിനു ഹാദാ യഹൂദിയുൻ ഖൽഫി, ഹാദാ യഹൂദിയുൻ ഖൽഫി. മുഅ്മിനെ എവിടെ നോക്കണേ, എന്റെ ബാക്കിൽ ഇത് ഒരു പഹയനിരിക്കണ പൂസ പറയുന്നു. എന്റെ പിറകിലിതാ ഒരു ജൂതൻ ഇരിക്കുന്ന, അവനെ കാച്ചിക്കളയാൻ മുസ്ലിമിനോട് ഗർഖദ് വൃക്ഷം വിളിച്ചു പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഗർഖദ് വൃക്ഷ അടക്കത അവരുടെ മരമായിട്ടാണ് അവർ പരിചയപ്പെടുന്നത്. അവർക്ക് അഭയം നൽകുന്നതാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷെ സംഗതി അങ്ങനെയല്ല വരാൻ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇന്ന് ഇതിന്റെയൊക്കെ നേർചിത്രങ്ങൾ അവിടെ ഇങ്ങനെ കാണാൻ കഴിയാൻ എന്ന് പറഞ്ഞാൽ ഇപ്പറഞ്ഞതൊക്കെ സാധിക്കും എന്നുള്ളിടത്തേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയാണ്. എത്ര കൃത്യമാണ് ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ബേജാറാവേണ്ടതില്ല. ഇതൊക്കെ നടക്കാനുള്ളതാണ്. ഇതൊക്കെ നടക്കാനുള്ളതാണ്. ഫൈദാ ജാഅ വഅദുൽ ആഖിറ ജിഅനാ ബികും ലഫീഫ എന്ന് പറഞ്ഞ ആയത്ത് ഇങ്ങനെ കണ്ടപ്പോ ആദ്യം വിചാരിച്ചിരുന്നത് പരലോകത്തേക്ക് ഒരുമിച്ച് കൂട്ടുന്നതിനെ പറ്റിയാണ് ആ പറഞ്ഞത് എന്നാണ് തോന്നിയിരുന്നത്. പക്ഷേ സൂറത്തുൽ ഇസ്രാഇന്റെ തുടക്കത്തിൽ പറഞ്ഞ ഈ ആയത്താണ് പലരും തെളിവാക്കിയത്. എന്ത്? രണ്ടു വട്ടം കുഴപ്പമുണ്ടാക്കും. ഒന്നാമത്തതിന്റെ സമയം വന്നാൽ ആ സമയത്തൊരു നശിപ്പിക്കൽ അവരെ നശിപ്പിക്കും. രണ്ടാമതൊരു തിരിച്ചുവരവ് വീണ്ടും നൽകും. എന്നിട്ട് ഫൈദാ ജാഅ വഅദുൽ ആഖിറ, രണ്ടാമത്തതിന്റെ സമയം വന്നാൽ സൂറത്തുൽ ഇസ്രാഇന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ വഅദുൽ ആഖിറ തന്നെയാണ് സൂറത്തുൽ ഇസ്രാഇന്റെ ലാസ്റ്റ് പറയുന്ന വഅദുൽ ആഖിറ. മാത്രമല്ല, ഈ പരലോകത്തേക്ക് ഒരുമിച്ച് കൂട്ടുന്ന ജൂതന്മാരോട് മാത്രം പറയേണ്ട കാര്യമില്ലല്ലോ, ബനൂ ഇസ്രായേലിനോടാ പറയുന്നത്. ജൂതന്മാരോട് മാത്രം അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. പരലോകത്തേക്ക് എല്ലാവരും ഒരുമിച്ച് കൂട്ടാൻ പോവുകയാണ്. അപ്പൊ ഈ പറഞ്ഞത് ജിഅനാ ബികും ലഫീഫ, ദുന്യാവിൽ തന്നെ ഒരിടത്തേക്ക് ഒരുമിച്ച് കൂട്ടുന്നു. ഒക്കെ കയറിപ്പോയി. നമ്മുടെ കൊടുങ്ങല്ലൂർ ഭാഗത്തൊക്കെ ജൂതന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഒക്കെ ഇങ്ങനെ കാലിയായിപ്പോണ്ടോ തീരെ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. കാരണം പോയി പരിശോധിച്ചെങ്കിലേ അറിയുള്ളൂ. അവിടെ ചെന്നാൽ കാണാൻ പറ്റും. സിനഗോഗുകളൊക്കെ ഇപ്പോഴും അവിടെ കാണാൻ പറ്റും. അവരുടെ ആരാധനാലയങ്ങൾ ഇപ്പോഴും ചെന്നാൽ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഈ ജൂതന്മാരെ കൂട്ടുകാരാക്കി പിടിക്കണം എന്നൊരഭിപ്രായം ഒരാൾ പറഞ്ഞപ്പോ പറഞ്ഞു അത് വേണ്ട. കാരണം ജൂതൻ വഞ്ചകനാണ്. ആരെ വിശ്വസിച്ചാലും ജൂതനെ വഞ്ചിക്കരുത് എന്നല്ല, ജൂതന് മാത്രം ബാധകല്ല. ലാ യത്തഖിദിൽ മുഅ്മിനൂനൽ കാഫിരീന ഔലിയാ, മുഅ്മിനീങ്ങൾ ഒരിക്കലും അവിശ്വാസികളെ കൂട്ടുകാരാക്കാതിരിക്കട്ടെ. കാരണം ആദർശപരമായ ഐക്യം നിങ്ങൾ അവരുമായി ഉണ്ടാക്കിയാൽ കുടുങ്ങും. ആദർശപരമായി നമ്മളോട് യോജിക്കാത്തവരോട് ഒരൈക്യവുമില്ല. അത് നമ്മളെ അപകടപ്പെടുത്തിയേ ഉള്ളൂ. അത് അതേസമയം മാനുഷിക ബന്ധം പറ്റൂലേ. ഇനി ഇതിന്റെ പേരിൽ ആവശ്യമില്ലാത്ത ഒച്ചപ്പാടുകൾ ഉണ്ടാകുന്നുണ്ട്. ആവശ്യമുള്ള ഒച്ചപ്പാടിന് ആരും മുതിരാറില്ല. ലാ യത്തഖിദിൽ കാഫിർ മുഅ്മിനൂന അൽ കാഫിരീന ഔലിയാഅ മിൻ ദൂനിൽ മുഅ്മിനീൻ വമൻ യഫ്അൽ ദാലിക ഫലൈസ മിനല്ലാഹി ഫീ ഷൈ. ഇങ്ങനെ ആരാണോ ചെയ്യുന്നത്, അവിശ്വാസികളെ മിത്രങ്ങളാക്കുന്നത് ആരാണോ, അവരുമായിട്ട് ആദർശ ഐക്യം ഉണ്ടാക്കുക, അല്ലെങ്കിൽ മതപരമായ ഐക്യം ഉണ്ടാക്കുക, ഇത് ചെയ്യുന്നവൻ ഫലൈസ മിനല്ലാഹി ഫീ ഷൈ,
അള്ളാഹുവിന്റെ അടുത്ത് അവനൊരു ചുക്കുമല്ല, അള്ളാഹുവായിട്ട് അവനൊരു ബന്ധവുമില്ല, അള്ളാഹുവിന് അവനെ കാണുന്ന വേണ്ട. ഈ ശൈലിയിലാണ് അള്ളാഹ് കട്ട് ചെയ്യാൻ, ബന്ധാണ്ട് കട്ട് ചെയ്യാൻ അവനുമായിട്ടുള്ള ഫലൈസ മിനല്ലാഹി ഫീ ശൈ. പക്ഷെ അത് പറഞ്ഞ ഉടനെ കണ്ടോ നിങ്ങൾ പറഞ്ഞത്, ഇല്ല അൻ തത്തഖൂ മിൻഹും തുഖാതൻ, ഇല്ല അൻ തത്തഖൂ മിൻഹും തുഖാത. അവിശ്വാസികളുമായിട്ടുള്ള ബന്ധം കരുതൽ നടപടിയുടെ ഭാഗമായിട്ട് ബന്ധമാവാം. അതിന് രണ്ടർത്ഥം പറഞ്ഞത്. അൽ-ഹാഫിദ് ഇബ്നു കസീർ ഒക്കെ രണ്ടർത്ഥം കൊടുത്തത് കാണാം. എന്ന് പറഞ്ഞാൽ, ഒന്ന്, കരുതലോടുകൂടെ അല്ലാതെ അവരെ നിങ്ങൾ മിത്രങ്ങളാക്കരുത്. എപ്പോഴും ഒരു കരുതൽ നിങ്ങൾക്ക് വേണം. ഇത് ജാതി മറ്റതാണെന്നല്ലേ, ആ ഒരു കരുതൽ, ഇവൻ നമ്മളെ ആളല്ല എന്നുള്ള ആ ഒരു ബോധത്തോടുകൂടെ, ഇവൻ നമ്മളെ വഞ്ചിക്കുന്നുള്ള ബോധത്തോടുകൂടെ ഉള്ള ബന്ധേ ഉണ്ടാകാൻ പറ്റുള്ളൂ. ഒന്ന്. പിന്നെയോ, കരുതൽ നടപടിയുടെ ഭാഗമായിട്ടല്ലാതെ നിങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. ഇതാണ് അല്ലാമ ഇസ്മായിൽ റളിയല്ലാഹു അൻഹു തഫ്സീർ റൂഹുൽ ബയാനിൽ പറഞ്ഞത്. ഏത്? അമുസ്ലിമീങ്ങളുമായിട്ടുള്ള സൗഹാർദ്ദപരമായ ജീവിതമാവാം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ എതിർപ്പില് നമ്മളെ രാജ്യം പോലത്തെ രാജ്യം, നമ്മളെ രാജ്യം പോലെയുള്ള രാജ്യം, മതേതര രാജ്യങ്ങളിലൊക്കെ എന്തായാലും ഇതിന് വലിയ പ്രസക്തി ഉണ്ട്. ഇല്ലാ അൻ തത്തഖൂ മിൻഹും തുഖാതൻ. ഒരിക്കലും ഇവിടെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും വിത്ത് ഒരു രാജ്യത്തും പാകാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. എവിടെയും ആ വിത്തിടാൻ അനുവദിക്കുന്നില്ല. ശക്തമായ നിലപാടാണ്. പക്ഷെ പ്രത്യേകിച്ചും നമ്മളെ രാജ്യം പോലെയുള്ള ഒരു രാജ്യത്ത് നമ്മളെ ആളുകളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം പരിശ്രമങ്ങൾ നടന്നാൽ അവന് സത്യത്തിൽ ഇതുവഴി ഇസ്ലാമിന് നൽകുന്നത് വലിയ നഷ്ടമാണ്. ഇത്തരം അല്പന്മാര് പലപ്പോഴും ആലോചിക്കുന്നില്ല. സ്വസ്ഥമായ ഒരു അന്തരീക്ഷം, മുസ്ലിമീങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള സ്വസ്ഥമായ ഒരു അന്തരീക്ഷം തകർത്ത് കളയാണ് സത്യത്തിൽ അത്തരം ആളുകൾ ചെയ്യുന്നത്. ഒരിക്കലുമില്ല. മതപരമായ കൂട്ടുകെട്ടല്ല ഉണ്ടാക്കേണ്ടത്, പക്ഷെ മനുഷ്യ ബന്ധം, മാനുഷിക ബന്ധം, അതിന് ഉടക്ക് വെക്കേണ്ട ഒരു കാര്യമില്ല. അത് ശരിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. നമ്മളോട് എതിർപ്പില്ലാത്ത ദിമ്മിയായ അമുസ്ലിമീങ്ങളുമായിട്ട് നല്ല പെരുമാറ്റത്തിലാവാം. ഇല്ല അൻ തത്തഖൂ മിൻഹും തുഖാതൻ എന്നതിന് ഇസ്മായിലുൽ ഹഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു അർത്ഥം കൊടുത്തത് കാണാം. അങ്ങനെ, കാരണം നമ്മൾ അവരുടെ ഷെറുകളൊക്കെ തടുക്കാൻ വേണ്ടി അവരിൽ നിന്നൊരു കാവൽ ഉറപ്പിക്കുക എന്ന നിലക്കല്ലാതെ നിങ്ങൾ ബന്ധം ഉണ്ടാക്കരുത്. അപ്പോ അവരിൽ നിന്ന് അവരുടെ ആ ശത്രുത ഇല്ലാതെയാക്കാൻ നല്ല ബന്ധങ്ങൾ മാനുഷിക ബന്ധങ്ങളാവാം, മാനുഷിക ബന്ധങ്ങളാവാം. ഇതില്ലാന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. നോക്ക് നിങ്ങൾ, ജൂതനായിരുന്നു, ശ്രദ്ധിക്കണം, ജൂതനായിരുന്നു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കൂട്ടുകാരൻ. ജൂതൻ എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത ആളായിരുന്നു. ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു ഈ ജൂതനോട് പറഞ്ഞു, ഇവൻ നല്ല ഒരാളാണ്, വിശ്വാസപരമായിട്ട് മറുപക്ഷത്താണ്, മതപരമായിട്ട് മറ്റൊരു പക്ഷത്താ ഉള്ളത് എന്നതുകൊണ്ട് ഇങ്ങനെ ഒപ്പം നടക്കുന്ന ഒരാളോട് ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം സന്തോഷത്തോടെ ചോദിച്ചു, മോനെ, ലൗ അസ്ലംത. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാ, ഈ മുസ്ലിം ആവുകയാണെങ്കിൽ ഒരു കാര്യമായിരുന്നു. കാരണം എന്തായാലും ഒരു പ്രസ്ഥാനത്തിന് അതിൻ്റെതായ ചില രഹസ്യ കാര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകും, പരമരഹസ്യങ്ങൾ. ഏതൊരു പ്രസ്ഥാനത്തിനും ഒരു പാർട്ടിക്കും ഒരു ഗ്രൂപ്പിനും ഒക്കെ ഉണ്ടാകുന്നതാണ്. അവര് മാത്രം അറിയാൻ പറ്റിയ ചില സംഗതികൾ ഉണ്ടാവും. അപ്പൊ അത് ഇപ്പോഴും ഉറപ്പിച്ച് മനസ്സ് തുറന്ന് ഞാൻ നിന്നോട് പറയാറില്ല. അത്തരം കാര്യങ്ങൾ ഞാൻ നിന്നോട് സംസാരിക്കാറില്ല. അതും കൂടെ എനിക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുമല്ലോ, നീ മുസ്ലിം ആയാൽ. നീ മുസ്ലിം ആകുമോ എന്ന് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ അല്ലേ? മാത്രമല്ല, ഉമർ എന്നുള്ള ശബ്ദം കേട്ടാ മക്ക ഒന്നടക്കം പോലും. ഈ സംഭവം ആരെങ്കിലും പറഞ്ഞതല്ല കേട്ടോ, അങ്ങൂടെ കൂട്ടത്തിൽ പറയണം. കാരണം ഈ തീവ്രവാദത്തിന് ഇങ്ങനെ ചോര തിളപ്പിക്കുന്ന ഒരു ടീമുണ്ട്. അവർക്ക് ഇത്തരം സംഗതികളൊക്കെ പറയുമ്പോ അത് കള്ളക്കഥയായിരിക്കും എന്നാ പറയാ. അത് തന്നെ അങ്ങനെ പറയാം. കാരണം അവര് വാളുകൊണ്ട് പ്രചരിപ്പിച്ചതാണ് ഇസ്ലാം എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിലാണ് അവരുടെ സംസാരങ്ങൾ എപ്പോഴും വരിക. അപ്പോ ഇത് എവിടെ പറഞ്ഞതെന്ന് വെച്ചാല്, അല്ലാമ അൽ-ഹാഫിദ് ഇബ്നു കസീർ സ്വഹീഹായ ഹദീസ് മാത്രമേ ഞാൻ എന്റെ കിതാബിൽ കൊണ്ടുവരുള്ളൂ എന്ന് പറഞ്ഞ അവിടെയാണ് സത്യത്തിൽ ഇത് പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ കിതാബിൽ. അപ്പോ ഈ ഹദീസിന്റെ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ മുസ്ലിം ആവുകയാണെങ്കിൽ ഏത് കാര്യവും നിന്നോട് തുറന്ന് പറയായിരുന്നല്ലോ.
നിന്നോട് തുറന്ന് പറയാൻ എനിക്ക് പറ്റുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ സമയത്താണ് അയാൾ പറയുന്നത്, ആ മനുഷ്യൻ പറഞ്ഞു, ഉമറേ, മനുഷ്യൻ എന്ന നിലക്ക് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, എന്ത് രഹസ്യം ഉണ്ടെങ്കിലും ഉമറേ നിങ്ങൾ പറഞ്ഞോളൂ, തങ്ങളെ ഒരു ഭയവും വേണ്ട, ഞാൻ നിങ്ങളെ പറ്റിക്കൂല. വ്യക്തിപരമായിട്ട് ഇയാൾ പറയാണ്, ഞാൻ നിങ്ങളെ പറ്റിക്കൂല, നിങ്ങൾക്ക് എന്ത് രഹസ്യം ഉണ്ടെങ്കിലും എന്നോട് പറയാം, ഞാൻ വഞ്ചിക്കൂല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഉമറുല്ലാഹിനോട് പറഞ്ഞു, വിളിച്ചതോ വിളിച്ച് നിങ്ങളെ മതത്തിക്ക് എന്നെ വിളിക്കരുത് കേട്ടോ. ആരോടായി പറയണത്? അവൻ കൂടെ കണക്കൂട്ടണം. സയ്യിദുനാ ഉമർ, അത് നിങ്ങൾ വിളിച്ചതോ വിളിച്ച അയക്കാനില്ല കേട്ടോ, നമുക്ക് ഇപ്പൊ നിൽക്കുന്നോട് തന്നെ മതി. പക്ഷെ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ ബേജാറാവേണ്ട, ധൈര്യമായിട്ട് വിശ്വസിച്ചോളൂ. ആ സമയത്താണ് സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്ക് അവിടുത്തെ തഫ്സീറിൽ അല്ലാമ അൽ ഹാഫിദ് ഇബ്നു കസീർ രേഖപ്പെടുത്തിയിരിക്കുക. എന്താ പറഞ്ഞാരോ, വിശുദ്ധ ഖുർആനിൽ ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന ഒരായത്തില്ലായിരുന്നെങ്കിൽ നിന്റെ ഓടലുമല് തല ഉണ്ടാവില്ലായിരുന്നു. ഉമറുല്ലാഹ്, കാരണം ഉമറുല്ലാഹിന് തീരെ സഹിച്ചില്ലത്. ഇങ്ങനെ മുഖത്ത് നോക്കി ഉമറുല്ലാഹിനോട് പറയാൻ ആർക്കും ധൈര്യം വരൂലേ? നിങ്ങളെ മതത്തിക്ക് എന്നെ വിളിക്കരുത് കേട്ടോ എന്ന് പറയാൻ ധൈര്യം ഒരാൾക്കും വരൂല. ആരോടാണ്? ഉമറുല്ലാഹിനോട് കണ്ടയാണ്. അത് മനസ്സിലാക്കണം. ഉമർ റളിയല്ലാഹു അൻഹുവിനോടും കൂടെയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ പറഞ്ഞു, ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന ആയത്ത് വിശുദ്ധ ഖുർആനിൽ ഇല്ലെങ്കിൽ നിന്റെ ഓടലും ഒരു തല ഉണ്ടാവില്ലായിരുന്നു, കൊന്നുകളയുന്നതാണ്. പക്ഷെ അതുള്ളത് കൊണ്ട് എനിക്ക് നിവൃത്തിയില്ലല്ലോ. ദീനിൽ ബലാത്കാരല്ല. അല്ലെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന ആയത്ത് എവിടെയാണ് അല്ലാഹു ഇത് പറഞ്ഞത്? ആയത്തുൽ കുർസിയുടെ തൊട്ട് പിറകിൽ അല്ലെ? ആയത്തുൽ കുർസി എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രഖ്യാപനമാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. നമ്മൾ ഇവിടെ മുമ്പ് ചർച്ച ചെയ്തതാണ്. 4-5 ആഴ്ച ആയത്തുൽ കുർസി നമ്മൾ ചർച്ച ചെയ്തതാ, ഓരോ ഭാഗങ്ങളാക്കിയിട്ട്. ആ ആയത്തുൽ കുർസി കഴിഞ്ഞ ഉടനെയാണ് അള്ളാഹ് പറയുന്നത്. കാരണം ആയത്തുൽ കുർസി ശരിക്കും പഠിച്ചാൽ അല്ലാത്ത ഒരു ഇലാഹുണ്ട് എന്ന് പറയുന്നവരോടൊക്കെ വെറുപ്പായിരിക്കും. ആ വെറുപ്പുണ്ടാവേണ്ടതുമാണ്. അത് സത്യമല്ല, അത് അസത്യമാണ്, മിഥ്യയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കണം. ഏത്? ശിർക്ക്. തൗഹീദിനെതിരുള്ളതൊക്കെ ബാത്തിലാണ്. ഇത് ഉറച്ചു വിശ്വസിക്കണം. പക്ഷെ ഇത് ഉറച്ചു വിശ്വസിച്ചാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഉറച്ചു വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. അതെന്താ? അല്ലാഹു തആല പറയാണ്, ലാ ഇക്റാഹ ഫിദ്ദീൻ, ലാ ഇക്റാഹ ഫിദ്ദീൻ. ഇത് വിചാരിച്ചിട്ട് ലോകത്ത് അല്ലാത്തതിനെ ആരാധിക്കുന്നവർ ജീവിക്കാൻ പാടില്ല നിങ്ങൾ പറയണ്ട. അള്ളാന്റെ ഭക്ഷണവും വെള്ളവും മറ്റുള്ളവർക്ക് ഹലാലല്ല, കുടിക്കാൻ പറ്റൂല നിങ്ങൾ പറയണ്ട. ഞാൻ തീരുമാനിച്ചോളാം. അല്ലാഹു ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിന്റെ കാര്യത്തിൽ ഒരു ബലാത്കാരവുമില്ല. ഈ ആയത്താണ് നിന്നെ രക്ഷിച്ചതെന്ന് സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനുഷികമായ സൗഹാർദ്ദങ്ങൾക്ക് ഒരിക്കലും ഇസ്ലാം എതിരല്ല. അതേസമയം ആദർശപരമായ ബന്ധങ്ങൾ ഉണ്ടാക്കിയാൽ അപകടപ്പെടും. ആദർശപരമായ ബന്ധങ്ങൾ ഉണ്ടാക്കിയാൽ അപകടപ്പെടും. ഏത് കൂട്ടരോടൊപ്പം ഇരിക്കാം എന്നുള്ള ഒരു ലെവല് വന്നാൽ അത് നമുക്ക് അപകടം ചെയ്യും. ഇസ്ലാമികമായിട്ട് എല്ലാവരുമായിട്ടും കൂട്ടിപ്പിടിക്കുക എന്നുള്ള ഒരു രൂപം ഉണ്ടാവാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ പുറത്തുള്ള ശത്രുക്കളെ എന്നും പുറത്തുള്ള ശത്രുക്കളായിട്ട് തന്നെ കാണും. ഇനി ഇസ്ലാമിന്റെ അകത്തുള്ള ശത്രുക്കളുടെ നിയമവും അങ്ങനെ തന്നെയാണ്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, കാഫിറുകളെ സൂക്ഷിക്കുന്നതിലേറെ സൂക്ഷിക്കേണ്ടത് മുനാഫിക്കുകളെയാണ്. കാഫിറുകളെ സൂക്ഷിക്കുന്നതിലേറെ സൂക്ഷിക്കേണ്ടത് മുനാഫിക്കുകളെയാണ്. കാരണം അവര് പുറത്ത് ഞാൻ ഇതിന്റെ ആളല്ല എന്ന് പറഞ്ഞിട്ട് ഒപ്പം കൂടിയതാ. അപ്പൊ നമ്മൾ കരുതലോടെ മാത്രമേ പെരുമാറുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇല്ലാ തത്തക്കൂമെന്നും തുക്കാത്തെ. മറ്റൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയാ, എന്നിട്ട് ഈ ആദർശത്തെ നക്കിക്കൊല്ലാൻ നടക്കുക. ഈ കൗമിനെയാണ് നിങ്ങൾ പേടിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മളെ ഉസ്താദുമാർ എന്നും പറഞ്ഞത്, ഏത് ദീനിൽ വെള്ളം ചേർക്കുന്ന വിഭാഗം, സുന്നത്തിയ ജമാഅത്തിനെ തകർത്ത് കളയുന്ന വിഘാത്തുകാർ, അവരെ നിങ്ങൾ കരുതലോടെ മാത്രമേ ഒപ്പം കൂട്ടാൻ പറ്റുള്ളൂ. കരുതലോടെ മാത്രമേ, ഇല്ലാം തത്തക്കൂമിൻഹും തുക്കാത്ത അക്കരുതലോടെ തന്നെ അവരെ അടുപ്പിക്കാൻ പറ്റും. എന്തോ രാജ്യത്തിന്റെ പൊതുമസ്ലഹത്തുകളൊക്കെ വരുമ്പോ മുസ്ലിമീങ്ങളുടെ എണ്ണവും ഒക്കെ കാണിക്കാൻ വേണ്ടി ഒപ്പം നിന്നാലും ഈ കാര്യങ്ങളിൽ
മതപരമായ ഒരു കാര്യങ്ങൾ ഒരു വിട്ടുവീഴ്ച അവർക്ക് പറ്റൂല. എന്തുകൊണ്ടാ പറ്റൂല എന്ന് പറയാൻ കാരണം, അവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഇത് നക്കിക്കൊല്ലാൻ നടക്കുന്നവരാണ്, ഇത് നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവരാ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനവും മാനവും മുത്തുനബിയുടെ വലുപ്പം അംഗീകരിക്കാത്തവരെ മുസ്ലിമീങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയില്ല. അത് സ്നേഹിച്ചാൽ അപകടമാണ്. ഇത് ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല, കാരണം നമ്മളെ പലപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് പലപ്പോഴും. അപ്പൊ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കണ്ട കാര്യം തുറന്ന് പറയാൻ പറ്റാതെ പലരും വിഷമിക്കുന്നത് അവിടെയാണ്. ഏത് സ്ഥലങ്ങളിലും അവനവന്റെ കാര്യങ്ങൾ കണ്ടത് പറയണമെങ്കിൽ അവരെ പിണക്കരുത്, മറ്റവനെ പിണക്കരുത് എന്ന് ചിന്തിച്ചുകൊണ്ടാവുമ്പോ ചിലപ്പോൾ അത് പറയാൻ കഴിയൂല. അവിടെയാണ് ആ പരാജയം വരിക. അതാണ് പറഞ്ഞതും. എന്നിട്ട് പറഞ്ഞു അള്ളാഹുവിനെ കുറിച്ച് നിങ്ങളെ താക്കീത് ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ പറഞ്ഞതൊന്നും ബോധ്യപ്പെടുന്നില്ലെങ്കിൽ, നിങ്ങൾ ഇതൊക്കെ മറന്നുകൊണ്ട് സ്നേഹബന്ധത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ, അവരുമായിട്ട് ആദർശ പൊരുത്തം ഉണ്ടാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ, പരസ്പരം പൊരുത്തപ്പെടാത്ത ആളുകൾ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ, അല്ലാഹു അവനെ കുറിച്ച് നിങ്ങളോട് ഭയപ്പെടുത്തുന്നു. ഞാനിതൊക്കെ കാണുന്നുണ്ട്, ഞാനിതൊക്കെ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അറിയുന്നുണ്ടെന്ന ബോധം നിങ്ങൾക്ക് വേണം കേട്ടോ എന്ന് അള്ളാഹു വാൺ ചെയ്യുന്നു, വാണിംഗ് നൽകുന്നു. നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ളത് അള്ളാഹുവിന്റെ അടുത്തേക്കാണ്. ഖുൽ ഇൻ തുഖ്ഫൂ മാ ഫീ സുദൂരിക്കും ഔ തുബ്ദൂഹു യഅലമുഹുല്ലാഹ് വയഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഖുൽ നബിയേ തങ്ങൾ പറയണം, ഇൻ തുഖ്ഫൂ മാ ഫീ സുദൂരിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് നിങ്ങൾ മറച്ചുവെച്ചാൽ, ഔ തുബ്ദൂഹു അല്ലെങ്കിൽ നിങ്ങൾ പരസ്യമാക്കിയാൽ, നിങ്ങളെ ഹൃദയങ്ങളിലുള്ളത് നിങ്ങൾ മറച്ചുവെച്ചാലും വ്യക്തമാക്കിയാലും പരസ്യാക്കിയാലും രഹസ്യാക്കിയാലും, അല്ലാഹു അതറിയുന്നവനാണ്. അതുകൊണ്ട് ഇത്തരം അവിശുദ്ധ കൂട്ടുകെട്ടുകൾ വേണ്ട. ഇനിയോ ഇല്ലാ അൻ തത്തഖൂ മിൻഹും തുഖാത്ത എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മസ്ലഹത്ത് ഉദ്ദേശിച്ചുകൊണ്ട് അവരിൽ നിന്നുള്ള ഒരു കരുതൽ നടപടി എന്ന നിലക്ക് നിങ്ങൾ ബന്ധം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും പടച്ചോനറിയാം. നിങ്ങൾ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? ഈ ഒരു മസ്ലഹത്ത് ആഗ്രഹിച്ചിട്ട് തന്നെയാണോ, അതോ അവരെ പിണക്കണ്ടാന്ന് കരുതിയിട്ടാണോ? ഇതൊക്കെ പടച്ചോന് നന്നായി അറിയാം. നിങ്ങളെ ഹൃദയങ്ങളിലുള്ളത് മറച്ചുവെച്ചാലും പരസ്യമാക്കിയാലും അല്ലാഹുക്കറിയാം എന്ന് പറഞ്ഞതുപോലെ അല്ലാഹു പറയുന്നു, നിങ്ങളെ ഹൃദയങ്ങളിലുള്ളത് മാത്രമല്ല ആകാശഭൂമികളിലുള്ളതൊക്കെ അറിയുന്നവനാണ് അല്ലാഹു. വയഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു തആല എല്ലാ കാര്യങ്ങളുടെ മേലിലും കഴിവുള്ളവനാണ്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറൻ വമാ അമിലത് മിൻ സൂഅ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹു വല്ലാഹു റഊഫും ബിൽ ഇബാദ്. അതും കൂടെ ഉണ്ട്. അർത്ഥം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. വിശദീകരിക്കുന്നില്ല. നമ്മൾ സാധാരണ വിശദീകരിക്കുന്ന പോലെ വിശദീകരിക്കുകയാണെങ്കിൽ ഈ ഒരൊറ്റ ആയത്തിൽ തുഖ്ഫൂ മാ ഫീ സുദൂരിക്കും ഔ തുബ്ദൂഹു യഅലമുല്ലാഹ് എന്നത് ദിവസങ്ങളോളം പറയാനുള്ള സംഗതിയാണ്. ഞാൻ ചുരുക്കുന്നത് അടുത്ത ആഴ്ചയിൽ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, നല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം നമുക്ക് തുടങ്ങാം. ഞാൻ ഇതും കൂടെ അങ്ങോട്ട് പറയട്ടെ, കാരണം ഒരു കാലിന് ഇൻഷാ അല്ലാഹ് പ്രഭാഷണം അവസാനിപ്പിക്കണം. കാരണം
സയ്യിദ് അവറുകളുടെ ഇടപെടൽ, ശേഷം ദുആ, ഇതൊക്കെ നടക്കണമല്ലോ. അപ്പോ നേരം വൈകി പോകും, അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. യൗമ തജിദു കുല്ലു നഫ്സ്, നേരെ അർത്ഥം മാത്രമേ പറയുന്നുള്ളൂ. യൗമ തജിദു കുല്ലു നഫ്സ്, ഇതുപോലത്തെ ആശയങ്ങളൊക്കെ ഇനിയും വരും, ഇതുപോലത്തെ ആശയമുള്ള ആയത്തുകൾ. അപ്പൊ അവിടെ വിശദീകരിക്കാം. യൗമ തജിദു കുല്ലു നഫ്സ്, ഓരോ ശരീരവും എത്തിക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ അല്ലാഹു തആല ചില നിയമങ്ങളൊക്കെ പറഞ്ഞു. ഇത് കേൾക്കാൻ സൗകര്യമുള്ളവരും ഉണ്ടാവും, ഇല്ലാത്തവരും ഉണ്ടാവും. അത് അല്ലാഹു തആല കണ്ടറിയുന്നു പടച്ചോൻ പറഞ്ഞു. ഇനി പറയാണ്, ഇനി നാളെ പരലോകം എന്ന് പറഞ്ഞിട്ടൊരു ദിവസം വരുന്നുണ്ട്. അന്ന് യൗമ തജിദു കുല്ലു നഫ്സിൻ, ഓരോ മനുഷ്യരും എത്തിക്കുന്ന ദിവസം. മാ അമിലത് മിൻ ഖൈരിൻ, അവൻ ചെയ്ത നന്മ. മാ അമിലത് മിൻ ഖൈരിൻ, ആ ശരീരം ചെയ്ത നന്മ മുഹ്ദറൻ, മുമ്പിൽ ഹാജരായി എത്തിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ നാം ചെയ്തതൊക്കെ നാളെ മുമ്പിൽ എത്തുന്ന ഒരു നേരം വരുന്നുണ്ട്. ഇവൻ ചെയ്ത നന്മയും വമാ അമിലതു മിൻ സൂ, ഇവൻ ചെയ്ത തിന്മയും. ഓരോ ശരീരവും ചെയ്ത നന്മയും തിന്മയും മുമ്പിൽ ഹാജരാക്കപ്പെട്ടതായിട്ട് എത്തിക്കുന്ന ദിവസം തവദ്ദു, ഓരോ ശരീരവും ആഗ്രഹിക്കും, ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ, പടച്ചോനെ ഈ അമലിന്റെയും അവന്റെ ഇടയിൽ ഒരു സുദീർഘമായ അകലമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഈ തിന്മകളൊന്നും ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് വിചാരിക്കുന്ന ഒരു നേരം വരും. അള്ളാഹ് പറഞ്ഞത് കേൾക്കാതെ നിങ്ങൾ വേണ്ടാത്തരം ചെയ്യുകയാണെങ്കിൽ മനുഷ്യൻ ചെയ്ത ഹൈറും ഷെറും ഒക്കെ കൺമുമ്പിൽ എത്തുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അന്ന് അവന് തോന്നും, പഠിച്ചോനെ ഈ തിന്മയും ഞാനുമായിട്ട് ഒരുപാട് അകലമുണ്ടെങ്കിൽ, ഇതുമായിട്ട് ഞാൻ അടുത്തിട്ടില്ലായിരുന്നെങ്കിൽ, ഇത് ഞാനുമായിട്ട് ഒരു ബന്ധമില്ലായിരുന്നെങ്കിൽ, ഞാൻ ഒരു നല്ല മനുഷ്യനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതിന്റെ പ്രയോഗം ശ്രദ്ധേയമാണ്. ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ, അവന്റെയും ആ തിന്മയുടെയും ഇടയിൽ ഒരു നല്ല അകലമുണ്ടായിരുന്നെങ്കിൽ എന്നവൻ കൊതിച്ചു പോകും. അത്രയും കടുപ്പമാണ് അള്ളാന്റെ ശിക്ഷ. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ വാക്കൊന്നുകൂടെ ആവർത്തിക്കുന്നു, പടച്ചോനുണ്ടെന്ന് നിങ്ങൾ അറിയണം. പടച്ചോനുണ്ടെന്ന് നിങ്ങൾ അറിയണട്ടോ. വീണ്ടും അപ്പൊ നേരത്തെ പറഞ്ഞ ആശയം അതിന് കനം കൂട്ടാനാണ് ഏത് പറഞ്ഞത്. നിങ്ങൾ രഹസ്യാക്കിയാലും പരസ്യാക്കിയാലും പടച്ചോൻ അറിയും. പിന്നെ നാളെ നിങ്ങളുടെ നന്മ തിന്മകൾ വിചാരണക്കെടുക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അന്ന് നിങ്ങളൊക്കെ പറയും, ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ എന്ന് പറയുന്ന ഒരു നേരം വരുന്നുണ്ട്. എന്റെയും എന്റെ തിന്മയുടെയും ഇടയിൽ നല്ല അകലം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാല് അന്നത്തേക്ക് കാത്തുവെക്കണ്ട, ഇപ്പൊ തന്നെ തിന്മയായിട്ടുള്ള ബന്ധം കൊണ്ട് വിട്ടാളാം, അതാ നല്ലത്. അള്ളാഹു അവന്റെ അടിമകളെ കൊണ്ട് സ്നേഹമുള്ളവനാണ്, കരുണയുള്ളവനാണ്, കൃപയുള്ളവനാണ് പടച്ച റബ്ബ്. അല്ലാഹു റഊഫും ബിൽ ഇബാദ്. അതുകൊണ്ടാണ് നേരത്തെ താക്കീത് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ചെന്നിട്ട് കൊണ്ടറിഞ്ഞാൽ മതിയായിരുന്നു. കൊണ്ടറിയണ്ട, അതിന്റെ മുമ്പ് കണ്ടറിയാൻ, കേട്ടറിയാൻ അള്ളാഹു അവസരം നൽകുകയാണ്. നിങ്ങൾ വേഗം നന്നായി കൊള്ളണം എന്ന താക്കീതാണ്. ഇൻഷാ അല്ലാഹ് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ എന്ന് പറഞ്ഞ ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. ഒരുപാട് ആളുകൾ ഖത്ം ഓതിയിട്ട്, അതെ അൽഹംദുലില്ലാഹ് 104 ഖത്മുകളാണ് ഓതിയത്. അതുപോലെ തന്നെ വേറെ ഒരാള്, ഞാൻ പ്രത്യേകം തങ്ങള് വാപ്പനോട് പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ, നമ്മളെ ക്ലാസ്സിൽ സ്ഥിരമായി വരുന്നു 10 ഖത്മ് അജാർ ഓതിയതുണ്ട്. അൽഹംദുലില്ലാഹ് 114ആയി. പിന്നെ ഇന്ന് 4 എണ്ണം ഇവിടെ അല്ലെ, അപ്പൊ 118ആയി. ഇൻഷാ അല്ലാഹ് അതെ 2 അല്ലെ 120. പിന്നെ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒഴുകൂരിൽ അബ്ദുറഹ്മാൻ ഹാജി വിളിച്ചിരുന്നു. നമ്മളെ ഈ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്ന അബ്ദുറഹ്മാൻ ഹാജി ഒരു ഒഴുകൂരിലെ, അയാൾ ടൈഫോയിഡ് ആയിട്ട് വീട്ടിൽ കിടപ്പ. ഉസ്താദെ ക്ലാസ്സിന് വരാൻ പറ്റിയിട്ടില്ല, ടൈഫോയിഡ് ആണ്, എന്താ ചെയ്യാന്ന് വെച്ചിട്ട് അദ്ദേഹം സങ്കടപ്പെടുകയാണ്. ഇന്നിപ്പോ ദുആയും കാര്യം ഒക്കെ ഉള്ളത് കൊണ്ട് എല്ലാ ദിവസവും വരാൻ ഞാൻ പൊറുതിയേടാണ്. ഇന്നെത്താത്തതിൽ വല്ലാത്ത വിഷമം. അപ്പൊ അദ്ദേഹം 9 ഖത്മ് ഓതി വെച്ചിട്ടുണ്ട്. 9 ഖത്മ്. അത് തങ്ങളോട് പ്രത്യേകം പറഞ്ഞ് രോഗം സുഖപ്പെടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വേറെ നമ്മൾ വിചാരിച്ചതിന്റെ ഒക്കെ അപ്പുറത്താണ് എല്ലാവരും ഓതുന്നതും ചെയ്യുന്നതും ഒക്കെ. അല്ലാഹു തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ.
ഈ ദൗറത്തുൽ ഖുർആൻ പദ്ധതി മർക്കസിന്റെ പദ്ധതി കണ്ടിട്ടാണ് നമ്മളിത് തുടക്കം കുറിച്ചത്. 4 മാസം കൂടുമ്പോൾ മർക്കസിന്റെ ഒരു പരിപാടി ഉണ്ട്. അപ്പൊ കണ്ടിട്ട് 2 മാസത്തിലൊരു ദൗറത്തുൽ ഖുർആൻ പദ്ധതി ഉണ്ടാക്കാൻ എത്ര ഖത്മുകൾ അത് കാരണമായിട്ട് ഓതുന്നത്, അല്ലെങ്കിൽ ഓതുന്നവരാണ്. എന്നാലും ഇത് ഉണ്ടായപ്പോ ഒന്നും കൂടെ ഉഷാറായിട്ടുണ്ട് പലരും. വേറൊരാള് പ്രത്യേകിച്ച് ഖത്മുകള് ധാരാളം ഓതിയിട്ടുണ്ട്. വീട്ടുകാരൻ 4, മകൻ 8, വേറൊരു മകൻ 6, ഭാര്യ 3, മക്കള് 2, ഇങ്ങനെ തുടങ്ങിയിട്ട് 6 യാസീന്, മുൻജിയാത്ത് സൂറത്തുകൾ നിത്യമായിട്ട് ഓതുന്നത് മുൻജിയാത്ത് സൂറത്ത്, അതുപോലെ തന്നെ യാസീന്, ഇങ്ങനെ തുടങ്ങിയിട്ട് മറ്റു പല വിറുദുകളും ഔറാദുകളും സ്ഥിരമായിട്ട് വരാം. അത് നമ്മളെ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇതൊന്ന് പേര് പറഞ്ഞപ്പോലെ എന്തോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വഷളാക്കണ്ടെന്ന് കരുതിയിട്ടാണ് പേര് പറയണ്ടെന്ന് പറഞ്ഞതാണ്. എന്നാലും അവരാ സന്തോഷം അറിയിച്ചത് ദുആയിൽ പങ്കെടുപ്പിക്കാൻ. ഇതൊക്കെ സ്ഥിരമായി ഓതുന്ന ആളുകളുണ്ട്. അവരാണ് ഇപ്പൊ ഈ പറഞ്ഞത്, അള്ളാഹുവേ അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകണേ അള്ളാഹ്. പഠിച്ചോനെ അവർക്ക് നല്ല ആഫിയത്ത് നൽകണേ അള്ളാഹ്, ആഫിയത്ത് നൽകണേ അള്ളാഹ്. നമ്മളെ ശുക്കൂർ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ദുആയിരുന്നു, ബോധം തെളിയാതെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോ ഇപ്പൊ അൽഹംദുലില്ലാ ഇന്ന് കുഞ്ഞാൻ പറഞ്ഞു ബോധം തെളിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ സംസാരിക്കാനുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കിട്ടിയിട്ടില്ല. ഓരോ ദിവസവും 43 രൂപയോളം വില വരുന്ന ICUലാണ് ഇപ്പൊ ഉള്ളത്. ചെലവ് വരുന്ന ICUലാണ് കിടക്കുന്നത്. അവിടെ നിന്ന് ഇൻഷാ അല്ലാഹ് ഇന്ന് മാറ്റുന്നാ പറഞ്ഞത്. കാരണം നല്ല പുരോഗതിയാണ്. അപ്പൊ ശരിക്കും ബോധം തെളിഞ്ഞു കിട്ടിയാല് നെഞ്ചിന്റെ ഭാഗത്ത് പരിക്കുണ്ട് എന്നാ പറയുന്നത്. ഏതായാലും രക്ഷപ്പെടും. ബോധമൊക്കെ തെളിഞ്ഞു കിട്ടുകയാണെങ്കിൽ ചികിത്സകൾ നടത്താം എന്ന് പറഞ്ഞു. ഏതായാലും ഇപ്പൊ നല്ല പ്രതീക്ഷയാണ്. എങ്ങനെ രക്ഷപ്പെടാതിരിക്കുക? നമ്മൾ കഴിഞ്ഞ ആഴ്ച ദുആ ചെയ്തു. ഞാൻ പറഞ്ഞു മുജീബ് ഹസനി പൂർണ്ണമായി രക്ഷപ്പെട്ടു. മിനിയാന്ന് ഞങ്ങളെ ജനറൽ ബോഡി ആയിരുന്നു. ജനറൽ ബോഡി നടക്കുമ്പോൾ സാധാരണ റിപ്പോർട്ട് അവതരിപ്പിക്കാറുള്ളത് അദ്ദേഹമാണ്. അദ്ദേഹം റിപ്പോർട്ട് ഇക്കൊല്ലം സത്യത്തിൽ ഭയന്നിരുന്നു. കാരണം ഈ കണക്കും ബുക്കും ഒക്കെ ഇയാളുടെ കയ്യിൽ തന്നെ പലതും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് കണക്കുകൾ സെക്രട്ടറിയുടെ വശം ഉണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ഇയാൾ ഇടപെടാത്തത് വൃത്തിയാവൂല. അപ്പൊ ഇങ്ങനെ വല്ലാത്ത ബേജാറുണ്ടായിരുന്നു. മാത്രമല്ല ഇയാളുടെ ഈ മൈൻഡും കൂടെ ഇങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് വലിയ ബേജാറിലായിരുന്നു. ഇപ്പോ മുജീബ് ഹസനി അൽഹംദുലില്ലാ വലിയ സന്തോഷമാണ്. മിനിയാന്ന് ജനറൽ ബോഡി നടക്കുമ്പോ അതിന്റെ റിപ്പോർട്ട് കണക്ക് മുഴുവനും പരിശോധിച്ച്, അതുപോലെ തന്നെ റിപ്പോർട്ട് അദ്ദേഹം തന്നെ എഴുതി. വരാൻ കഴിഞ്ഞിട്ടില്ല, നടക്കാനാവാത്തത് കൊണ്ട് ഒക്കെ എഴുതി. വളരെ കൃത്യം. കഴിഞ്ഞ കൊല്ലം അവതരിപ്പിച്ചതിൽ നിന്ന് ഒരു മാറ്റവും നല്ല ഭംഗിയിൽ, നല്ല വാചകങ്ങളിൽ അത് എഴുതി തയ്യാറാക്കി. വല്ലാത്ത സന്തോഷം. ഇവിടെ കിടക്കുന്ന നാട്ടുകാരിത് കൊണ്ടുചെന്നപ്പോ ഇവിടെ കിടക്കുന്ന അനങ്ങാൻ വയ്യാത്ത എന്നെ തന്നെ ഏൽപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോ ഒരാൾ തമാശയായിട്ട് പറഞ്ഞു, വെറുതെ അല്ലല്ലേ ഞങ്ങൾ ദ്വാരന്ന് സുഖാക്കിയത്, ഇതി കൂടിയാണ്. വെറുതെ തമാശയായിട്ട് പറഞ്ഞാണ് അയാൾക്ക്. അപ്പൊ ഇതാണുള്ള ഒരു പ്രയാസം കൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ ചിരിച്ചു, അത് ഏറ്റെടുത്തു. അൽഹംദുലില്ലാ നല്ല റാഹത്താണ്. എല്ലാം ദുആ കൊണ്ട് മാത്രം രക്ഷപ്പെട്ട തങ്ങളിപ്പാപ്പ അല്ലെ, അപകടത്തിൽ കുടുങ്ങിയ ആളായിരുന്നു. ദുആ കൊണ്ട് രക്ഷപ്പെട്ടതാണ്. അങ്ങനെ എല്ലാവരുടെയും സ്ഥിതി അത് തന്നെയാണ്. ദുആ കൊണ്ട് രക്ഷപ്പെട്ട ആളുകൾ പലരും ഉണ്ട്. ഇദ്ദേഹത്തിന്റെ കാര്യമൊക്കെ, മുജീബ് ഹസനിയുടെ കാര്യമൊക്കെ ഞാൻ വളരെ ഡോക്ടർമാരുമായിട്ട് സംസാരിച്ചപ്പോ പോലും അങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞതായിരുന്നു. അപ്പൊ അൽഹംദുലില്ലാ എനിക്കതിൽ പറയാനുള്ള സന്തോഷം. നിങ്ങളെ കൊണ്ട് ഞാൻ കുറെ ആമീൻ പറയിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വല്ലാതെ മനസ്സ് തട്ടി ദുആ ചെയ്തിട്ടുണ്ട്, അത് ഫലിച്ചിട്ടുണ്ട്. ശുക്കൂറിന്റെ കാര്യത്തിലും അൽഹംദുലില്ലാ നല്ല പുരോഗതിയാണ്. AP ഉസ്താദ് ഒരു വേദിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുന്നു ശുക്കൂറിന് വേണ്ടി. കാരണം നമ്മളെ കീശേരിയിലെ പള്ളി, ആ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും കീശേരിയിലെ പ്രാസ്ഥാനിക കാര്യങ്ങളിലും മുന്നിൽ നിൽക്കുന്നവനാ ശുക്കൂർ. അതാണ് ആ ബന്ധം. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ലാഭം ഇതാണ്. കൂട്ടത്തിൽ ഞാൻ പറയാണ്, നമ്മൾ മരിച്ചാലും നമ്മൾ ജീവിച്ചാലും അപകടം തട്ടിയാലും അവിടെയൊക്കെ മനസ്സറിഞ്ഞ് ദുആ ചെയ്യാനുള്ള ഒരു ടീം, ഈ ഒരു ടീം നമുക്ക് ലഭിക്കുക എന്നുള്ളത് ചെറിയ ഭാഗ്യമല്ല. അത് ഈ ഒരു കൂട്ടായ്മയോടൊപ്പം കൂടുമ്പോൾ കിട്ടുന്ന വലിയ ഗുണമാണ് എന്ന് നിങ്ങളെ ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾക്ക് വേണ്ടി വേദി ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ഇത്രയും ഖത്മുകൾ നമുക്കിവിടെ 100 ചില്ലാനം ഖത്മുകൾ ദുആ ചെയ്യാനുണ്ട്. അള്ളാഹു എല്ലാം എളുപ്പാക്കി തരട്ടെ. പിന്നെ ഷിഫാഇന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ കുറെ രോഗികൾ, പല പ്രയാസക്കാരും. ഓരോന്നും എടുത്തു പറഞ്ഞാൽ എനിക്ക് തോന്നുക എന്നോട് പറഞ്ഞത് പലതും ഞാൻ മറന്നുപോകും. അപ്പൊ അതുകൊണ്ട് പടച്ചോനൊക്കെ അറിയുന്നതാണ്. 1000 തന്നവരുണ്ട്, 500 തന്നവരുണ്ട്, ഒക്കെ ഉണ്ട്. പല സംഖ്യകളും ഇങ്ങോട്ട് നൽകിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. എല്ലാവരുടെ മുറാദുകളും. ഇപ്പൊ പുതുതായിട്ടൊരു ചെറിയ പദ്ധതി തുടങ്ങാൻ പോകുന്ന
നമ്മുടെ 2 കുട്ടികൾ അവരുടെ കാര്യത്തിൽ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഒക്കെ വിജയിപ്പിച്ചു കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഷിഫാഇന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഷിഫ നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഞാൻ ദുആരുന്ന സമയം കളയുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ ഏൽപ്പിക്കുകയാണ്. സയ്യിദ് അവറുകൾ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. നിങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ടേ പോകാവൂ. പിന്നെ ഇന്ന് ഭക്ഷണം, ഇന്നത്തെ ഈ പരിപാടിക്ക് ഭക്ഷണം നൽകുന്നത് നമ്മുടെ കാളോത്ത് അബ്ദുൽ കരീം അല്ലെ, നമ്മുടെ ക്ലാസ്സിൽ വരുന്ന ആളാണ്. ഇന്ന് വന്നണോ കരീം? എത്തിനോ? ആക്കന്റെ അതെ ആക്കന്റെ അഞ്ചന്റെ മോനല്ല അദ്ദേഹം, അഞ്ചന മരിച്ചു അല്ലേ? അദ്ദേഹത്തിന്റെ കരീമിന്റെ ഉപ്പ മരണപ്പെട്ടിരുന്നു. നേരത്തെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അപ്പൊ അതുകൊണ്ട് ആ ഉപ്പയുടെ കാര്യത്തിൽ ഇൻഷാ അല്ലാഹ് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം നല്ലൊരു ഭക്ഷണം തന്നെ, ബിരിയാണി നൽകണം ഇപ്പൊ രാവിലെ തന്നെ. എന്താണെന്നറിയില്ല. ഇപ്പൊ ബിരിയാണി തന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ വിഷയമാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് പറയണില്ല, എന്തോന്ന് അദ്ദേഹം ഭക്ഷണം തരുന്നുണ്ട്. അപ്പൊ ബിരിയാണി ആണെങ്കിൽ അങ്ങനെ സാധാരണ തരുന്നത് പോലെ ലഘുവാണെങ്കിൽ അങ്ങനെ എന്തായാലും അൽഹംദുലില്ലാ അദ്ദേഹത്തിന്റെ ഉപ്പക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ഉപ്പയുടെ ദറജ അല്ലാഹു ഉയർത്തട്ടെ, സന്തോഷം നൽകട്ടെ. പടച്ചോനെ എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. പടച്ചോനെ ആ ഉപ്പയുടെ ദറജ നീ ഉയർത്തണേ അല്ലാഹ്. പടച്ചോനെ അവർക്കൊക്കെ നീ സന്തോഷങ്ങൾ നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാ. നമ്മുടെ എഞ്ചിനീയർ അദ്ദേഹം കഴിഞ്ഞ ആഴ്ച മകളുടെ കല്യാണം കഴിഞ്ഞു. അള്ളാഹു എല്ലാം സന്തോഷമായിട്ട് കഴിച്ചു കൊടുത്തു. അള്ളാഹു ആ ബന്ധത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു താല ആ ബന്ധത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. ആ കുടുംബ ജീവിതത്തിൽ അള്ളാഹു താല ബർക്കത്തും സന്തോഷവും നൽകട്ടെ. അതെ അതെ അതെ. എഞ്ചിനീയറെ കല്യാണം കഴിഞ്ഞ് വരുമ്പോ ഇവരോട് എന്തേ പറയാഞ്ഞെന്ന് ചോദിക്കൂലേ? നിക്കാഹേ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറയാൻ. അപ്പൊ ഇൻഷാ അല്ലാഹ് കല്യാണത്തിന് നിങ്ങളൊക്കെ വിളിക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് നിക്കാഹാണ് കഴിഞ്ഞത്. നിക്കാഹാണ് കല്യാണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ചടങ്ങ് വേറെ വരും. അപ്പൊ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ആ കുടുംബത്തിൽ അല്ലാഹു റാഹത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ ഉപ്പാപ്പ വന്നു. വളരെ സന്തോഷത്തിൽ ആ ചടങ്ങ് കഴിഞ്ഞു. ഒരുപാട് ഉസ്താദുമാർ അവരുടെ നേതൃത്വത്തിൽ, ഒരുപാട് ആലിമീങ്ങൾ, ഉമറാക്കൾ അവരുടെയൊക്കെ നേതൃത്വത്തിൽ ആ പരിപാടി നടന്നു. മോമിനീങ്ങളുടെ സാന്നിധ്യത്തിൽ. അള്ളാഹു എന്നും ബർക്കത്ത് നൽകട്ടെ. നമ്മളെയൊക്കെ കുട്ടികൾക്കും മക്കൾക്കും അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. കെട്ടിക്കാനായവർക്ക് നല്ല ബന്ധങ്ങൾ അള്ളാഹു എത്തിച്ചു തരട്ടെ. കെട്ടാനായ മക്കൾക്ക് നല്ല ഇണകൾ അള്ളാഹു നൽകട്ടെ. ആൺമക്കൾക്കും പെൺമക്കൾക്കും ഒക്കെ നല്ല ഇണകൾ അള്ളാഹു നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരികയും അതുപോലെ തന്നെ ദുആ ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾ ഉദ്ദേശിച്ചിരുന്ന യാത്ര അത് ഒക്ടോബർ 25-നാണ്. ഒക്ടോബർ 25-നാണ് പോവുക. കൃത്യം 10 ദിവസം. അതിന്റെ തുടർ നടപടികളെ കുറിച്ച് ഞാൻ അടുത്ത ആഴ്ച പറയും. അതായത് പാസ്പോർട്ട് കോപ്പി, അതുപോലെ തന്നെ ചെറിയൊരു അഡ്വാൻസ് വാങ്ങിയിട്ട് നേരത്തെ തന്നെ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് അടുത്ത ആഴ്ച പറയും. പക്ഷെ അതിന്റെ മുമ്പ് കുറെ ആളുകൾ ഇപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പോരാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ മുമ്പ് ഒന്ന് പറഞ്ഞാൽ അത് സൗകര്യമായിരിക്കും. ക്ലാസ് കഴിഞ്ഞതിന്റെ ശേഷം ഒന്ന് കണ്ട് പറഞ്ഞാൽ മതി. കുറെ ആളുകൾ പോരാന്ന് പറഞ്ഞവരുണ്ട്. ഇൻഷാ അല്ലാഹ്. എല്ലാ ഞായറാഴ്ച ഇതേ സമയത്ത് എല്ലാവരും വരലുണ്ട്. 16 കൊല്ലായി. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد.
ആദരണീയരായ പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, ഇനിയൊരു ഉപദേശത്തിനും പ്രഭാഷണത്തിനൊന്നും അവസരം ഉണ്ടാക്കുന്നില്ല. എളുപ്പത്തിൽ കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാനൊരു മസാല പറയാണ്. നമ്മളൊക്കെ സാധാരണ ഇമാം ജമാഅത്തിൽ പങ്കെടുത്ത് നിസ്കരിക്കുന്നവരാണ്. നിസ്കാരത്തിൽ സ്വാഭാവികമായിട്ട് മനുഷ്യന്റെ അടുത്ത് വല്ല അബദ്ധം പറ്റാം. പറ്റുന്നത് ഇമാമിന്റെ അടുത്തും ആവാം, മഅ്മൂമിന്റെ അടുത്തും ആവാം. ഇമാമിന്റെ അടുത്ത് പ്രധാനപ്പെട്ട എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചാൽ എന്താ വേണ്ടത്? സുബ്ഹാനല്ലാഹ് പറയണമെന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലേ? ആ സുബ്ഹാനല്ലാഹ് പറയുന്നത് ഇമാമ് തിരുത്താനാണെന്ന് വിചാരിച്ചുകൊണ്ട് മഅ്മൂം സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ മഅ്മൂമിന്റെ നിസ്കാരം ബാത്തിലാ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പിന്നെന്ത് വേണം? ഈ സമയത്ത് അല്ലാഹു തആല ഒരു ദിക്ർ സുബ്ഹാനല്ലാഹ് എന്ന് പറയൽ സുന്നത്താക്കിയിട്ടുണ്ട്. ആ ദിക്ർ പറയാണെന്ന് കരുതിക്കൊണ്ട് സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരാള് ഇമാം നിന്നിട്ട് ഉറക്ക ഫാത്തിഹയും സൂറത്തൊക്കെ ഓതുന്നു. അപ്പോ ഇമാമിനോട് ചോദിച്ചു, ഉറക്ക ഫാത്തിഹ ഓതിയിട്ട് എനിക്ക് നിസ്കാരത്തിന് ബുദ്ധിമുട്ട് വന്നു എന്ന് അപ്പുറത്ത് ഒറ്റക്ക് നിസ്കരിക്കുന്ന ഒരാൾ പറഞ്ഞു. പിന്നെ ഫാത്തിഹ എന്ന് മഅ്മൂമിങ്ങൾ കേൾക്കണ്ടേ എന്ന് ഇമാമ് പറഞ്ഞാല് അങ്ങനെ ഓതി ഇമാമിന്റെ നിസ്കാരം ബാത്തിലാ. മഅ്മൂമ് കേൾക്കാൻ എന്ന് വിചാരിച്ചുകൊണ്ട് ഇമാം ഉറക്കോതാൻ പാടില്ല. അയാൾ ഇമാമായ വകയില് അയാൾക്ക് ഉറക്കോതൽ സുന്നത്തുണ്ട് എന്ന നിയ്യത്തല്ലാതെ മഅ്മൂമ് കേൾക്കാൻ എന്ന നിയ്യത്തോടുകൂടെ ഇമാമ് ഉറക്ക ഓതിയാൽ ഇമാമിന്റെ നിസ്കാരം ബാത്തിലാണെന്നാണ് ഇമാമിങ്ങളായ മഹാന്മാരൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നമ്മൾ ഏത് അമല് ചെയ്യുന്ന സമയത്തും നമ്മളുടെ ഹൃദയവും മനസ്സും ഒക്കെ വളരെ ക്ലിയറായി സൂക്ഷിച്ചു കൊള്ളണം. തെറ്റായ എന്തെങ്കിലും വിചാരങ്ങളും വഴിതെറ്റലുകളും ഉണ്ടായാൽ നമുക്ക് ഈ ചെയ്തതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടായിരിക്കില്ല എന്ന് നിങ്ങൾക്ക് ഇതിന് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് എല്ലാ അവസരത്തിലും അള്ളാഹുവിലേക്ക് മാത്രം മനസ്സ് തിരിച്ചു വെച്ചുകൊണ്ട് നമ്മൾ എന്ത് പ്രവൃത്തിയും ചെയ്യണം. ഇഖ്ലാസ് എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കല് റസൂലുള്ളാഹി വഫാത്താകുന്നതിന്റെ അല്പം മുമ്പ് ഹിജ്റയുടെ 10ാമത്തെ വർഷം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു. റസൂലുള്ളാഹി ഇസ്ലാം കാര്യം ഈമാൻ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. മൂന്നാമതായി ചോദിച്ചത് അഖ്ബിർനി അനിൽ ഇഹ്സാൻ, സൽക്കർമ്മത്തെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരിക എന്നാണ്. ഒരാള് ഷഹാദത്ത് കലിമ ചൊല്ലിയാലോ, നിസ്കരിച്ചാലോ, നോമ്പ് നോറ്റാലോ, സക്കാത്ത് കൊടുത്താലോ, ഹജ്ജ് ചെയ്താലോ, അള്ളാഹുവിനും മറ്റും വിശ്വസിക്കേണ്ട കാര്യങ്ങളും വിശ്വസിച്ചാൽ അതൊരു സൽക്കർമ്മമാവണമെങ്കിൽ എന്ത് വേണമെന്നാണ് ചോദിച്ചത്. അപ്പൊ റസൂലുള്ളാഹി കൊടുത്ത മറുപടി അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നിങ്ങൾ ഇത് എന്ത് ചെയ്യുകയാണെങ്കിലും ശരി, അള്ളാഹുവിന്റെ ഇബാദത്തായിട്ടുള്ള ഏത് വിഷയം നിങ്ങൾ ചെയ്യുകയാണെങ്കിലും ശരി, അത് അള്ളാഹുവെ കാണുന്നത് പോലെ ചെയ്യണം. അങ്ങോട്ട് കാണുന്നില്ലെങ്കിൽ റബ്ബ് ഇങ്ങോട്ട് കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടെ ചെയ്യണം. അപ്പോഴേ ഇതൊക്കെ സൽക്കർമ്മാവുള്ളൂ. അല്ലെങ്കിൽ ഷഹാദത്തിൽ എഴുതിയിട്ടും കാര്യമില്ല, സ്കെച്ചിട്ടും കാര്യമില്ല, എന്ത് ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളതാണ്
അതുകൊണ്ട് എല്ലാവരുടെയും ഞാൻ ആദ്യം എൻ്റെ സ്വന്തം ശരീരത്തോടും പിന്നെ നിങ്ങളോട് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നത് ഈ തരത്തിൽ നമ്മളുടെ മനസ്സ് ക്ലിയറായി കൊണ്ട് നടക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കണം. അല്ലാഹു തആല നമുക്ക് അതിനെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. ഇലാ ഹദ്റത്തിൻ നബി സയ്യിദന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹദ്റാത്തി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ-ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. وإلهكم إله واحد لا إله إلا هو الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض. من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء. وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت. ربنا لا تؤاخذنا إن نسينا واخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. الحمد لله. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا كثيرا طيبا مباركا فيه على كل حال حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد حمدا دائما مع خلودك ولك الحمد حمدا لا منتهى له دون علمك ولك الحمد حمدا لا منتهى له دون مشيئتك ولك الحمد حمدا لا جزاء له لقائله إلا رضاك عنه. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين. اللهم أوصل وبلغ
مثل ثواب قراءتنا وصلواتنا وختماتنا وبركة دعائنا هدية مقبولة منا إلى حضرة نبيك المصطفى سيدنا مرشدنا وهادينا وقرة أعيننا وفلذة كبدنا مصطفانا محمد صلى الله عليه وسلم. ربنا ارزقنا ولمن أحاطت بهم شفقة قلوبنا في الدنيا زيارته مرارا وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوله المورود واحشرنا غدا تحت ظل لوائه المعقود. اللهم آته الوسيلة والفضيلة والدرجة الرفيعة العالية وبعثه مقاما محمودا يغبطه فيه الأولون والآخرون. اللهم إلى حضرات جميع الأنبياء والمرسلين وإلى حضرات أرواح أزواج رسول الله صلى الله عليه وسلم وذرياته وأهل بيته كلهم أجمعين وإلى حضرات أرواح ساداتنا البدريين والوحديين والخندقيين والخيبريين والتبوكيين والحديبيين والحنينيين وسائر الصحابة وأهل القرابة كلهم أجمعين وإلى حضرات أرواح أئمة الأربعة المجتهدين وسائر الأئمة والمفسرين والمحدثين والمصنفين والفقهاء من علماء أهل السنة والجماعة وإلى حضرات أرواح التابعين وتابع التابعين لهم بإحسان إلى يوم الدين وإلى حضرات أرواح أولياء الله تعالى من مشارق الأرض إلى مغاربها ذكرا وأنثى صغيرا وكبيرا جنا وإنسا أحياء وأمواتا كلهم أجمعين. اللهم خاصة إلى حضرة الغوث الرمضاني والقطب الرباني والمحبوب سبحانه ملاذنا الشيخ سيد محي الدين عبد القادر الجيلاني قدس الله سره العزيز وإلى حضرة شيخنا سلطان العارفين السيد أحمد الكبير الرفاعي قدس الله سره العزيز وإلى حضرة قطب الأقطاب السيد إبراهيم الدسوقي قدس الله سره العزيز وإلى حضرة قطب الأقطاب السيد أحمد البدوي قدس الله سره العزيز وإلى حضرة شيخنا شيخ الإنس والجن السيد أبي الحسن علي الشاذلي قدس الله سره العزيز وإلى حضرة شيخنا سيد أحمد بن علبان قدس الله سره العزيز وإلى حضرة شيخنا سلطان الهند خواجة معين الدين چشتي الأجميري قدس الله سره العزيز وإلى حضرة مجدد الفثاني الشيخ أحمد فاروق السرهندي قدس الله سره العزيز وإلى حضرة شيخنا سيد عبد القادر ميران شاه الحميد الناقوري قدس الله سره العزيز وإلى حضرة قطب سلطان سيد إبراهيم بادش الأربادي قدس الله سره العزيز وإلى حضرة ولي الله داود الحكيم قدس الله سره العزيز وإلى حضرة ولي الله صدقة الله القاهري قدس الله سره العزيز وإلى حضرة شيخنا قطب الزمان مولد ذويل سيد علوي المنبرمي قدس الله سره العزيز وإلى حضرة جدنا سيد أحمد جلال الدين البخاري قدس الله سره العزيز وإلى حضرة شيخنا وشيخ مشايخنا زين الدين بن علي حسن المخدومي قدس الله سره العزيز وإلى حضرة شيخنا تاج العلماء سيد عبد الرحمن البخاري قدس الله سره العزيز وإلى حضرة شيخنا نور العلماء الشيخ عبد القادر بن عبد الله القادري قدس الله سره العزيز وإلى حضرة الشيخ محمد أبي بكر المدبوري قدس الله سره العزيز وإلى حضرة الشيخ محمد حاجي ودغرا قدس الله سره العزيز وإلى حضرة الشيخ عاشق الرسول الشيخ عبد القادر الكندوري قدس الله سره العزيز وإلى حضرات خيار عبادك المدفونين في بلادنا اللهم إلى حضرات أرواح وصولهم وفروعهم وسلسلتهم ومن دخل في دائرتهم العلية اللهم إلى حضرات أهل الخير كلهم أجمعين. اللهم اجعل ثواب قراءتنا وصلواتنا بركة دعائنا زيادة لهم في فضلهم وشرفهم لديك. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وبركة كرامة تليق بعظيم شأنهم. اللهم انفعنا بهم وبعلومهم وأسرارهم وأنوارهم وبركاتهم
في الدارين. اللهم أمدنا بمددهم وانصرنا بنصرتهم واحمنا بحمايتهم واحفظنا بحفظهم واغفر علينا وعلى والدينا مشايخنا وأساتذتنا وعلى أزواجنا وأولادنا وإخوتنا وأخواتنا وأحبتنا وأقربائنا وعلى من ساعد وساهم وشارك في مجلسنا هذا وسائر نشاطاتنا الدينية كلها من فيوضاتهم وبركاتهم وأسرارهم يا رب العالمين. اللهم بحقوق من تقدم ذكرهم وبجاههم وبكراماتهم وبقربهم لديك وفضلهم عندك أصلح أحوالنا وأحوال جميع من نبيناهم بما صلحت به عبادك الصالحين وقضي حاجاتنا وحوائجهم يا قاضي الحاجات واشفنا واشفهم واشف مرضانا ومرضاهم الأمراض الظاهرة والباطنة والحسية والمعنوية شفاء لا يغادر سقما ولا ألما إنك سميع الدعاء. وسلمنا وإياهم من كل آفة وعاهة ومصيبة وعلة وذلة وذلة وسقم ومرض وبؤس وضير ودفع عنا وعنهم شرور كل ذي شر يا رب العالمين. ووفقنا ولهم للتعلم والتعليم لوجهك الكريم ولخدمة دينك طول عمرنا وأعمالهم مع التقوى والإخلاص يا أرحم الراحمين. اللهم إنك تعلم ما في ضمير كل واحد منا وضمائر من نبيناهم وقلها ويسترها فإن تيسير كل عسير عليك سهل يسير. اللهم اجعل لنا ولهم من كل هم وغم فرجا ومخرجا يا رب العالمين ويسر لنا ولهم أمورنا وأمورهم مع الراحة لقلوبنا وقلوبهم والسلامة والعافية في ديننا وأديانهم يا رب العالمين. اللهم وفقنا ولهم للتعلم والتعليم لوجهك الكريم ولخدمة دينك طول عمرنا يا أرحم الراحمين. اللهم وفقنا للتعلم والتعليم لوجهك الكريم ولزيارة حرمك وحرم نبيك سيدنا محمد صلى الله عليه وسلم والسلام عليه وعلى صاحبه غاية عملنا كرات بعد مرات يا رب العالمين. اللهم أنت منتهى رجاء الراجين وغاية ملاذ اللاجين فإلى من تمد الأيادي وترجى منه الحوائج. إذا كان فضلك ممنوعا عن العاصين ونحن عبيدك الفقراء وعفواء المقصرون المساكين أتينا بابك المرجو بعبادك المقربين عندك داعين راجين رحمتك ورحمتك وسعت كل شيء وأنت أرحم الراحمين. فارحمنا وارحم جميع من نبيناهم برحمة تغنينا وإياهم عن رحمة من سواك ولا تدع لأحد منا ولا ممن نبيناهم في مجلسنا هذا ذنبا إلا غفرته ولا عيبا إلا سترته ولا مرضا إلا شفيته ولا مريضا إلا عافيته ولا دينا إلا أديته ولا هما إلا كشفته ولا كربا إلا فرجته ولا مرادا إلا حصلته ولا غائبا إلا رددته ولا عدوا إلا دمرته ولا عملا إلا قبلته ولا دعاء إلا أجبته ولا عسيرا إلا يسرته ولا فسادا إلا أصلحته ولا بلاء إلا دفعتها ولا حاجة من حوائج الدنيا والآخرة هي لك رضا إلا قضيتها ويسرت طرقها وأسبابها بمحض فضلك وجودك وكرمك يا أكرم الأكرمين ويا أرحم الراحمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. أرحم الراحمين يا الملك الملوك يا രാജ സയ്യിദായ തമ്പുരാനെ, സാധുക്കളായ അടിയങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത പാപികളാണ് റബ്ബേ. ഞങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് യാതൊരു കയ്യും കണക്കുമില്ല റബ്ബേ. ഞങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു സൽക്കർമ്മം നിന്റെ അടുക്കൽ സ്വീകാര്യമാണോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ അവസ്ഥകളൊക്കെയും വളരെ പരാജയത്തിലാണ് റബ്ബേ. അങ്ങേയറ്റത്തെ സങ്കടത്തിലും ബേജാറിലുമാണ് റബ്ബേ. സാധുക്കളായ അടിയങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാരും മശായിഖുമാരും ഭാര്യമാരും മക്കൾ കൂട്ടുകുടുംബം
കുടുംബങ്ങൾ, അയൽവാസികൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ദുആ ചെയ്യാമെന്ന് ഞങ്ങൾ വാഗ്ദത്തം നൽകിയവര്, ഞങ്ങൾക്ക് ദുആ ചെയ്യേണ്ടുന്ന കടപ്പാടുകളുള്ളവര്, ഞങ്ങളുടെ ഈ മജ്‌ലിസിലേക്കും മറ്റ് ദീനീ സംരംഭങ്ങളിലേക്കുമെല്ലാം വിവിധ തരത്തിൽ സഹായ സഹകരണങ്ങൾ നൽകിയവര്, ഈ മജ്‌ലിസിൽ പതിവായി വന്നുകൊണ്ടിരിക്കുന്നവര്, രോഗങ്ങളും മറ്റ് പ്രതിസന്ധികളും കാരണം വരാൻ സാധിക്കാത്തവര്, എല്ലാവരുടെയും അറിഞ്ഞും അറിയാതെയും ചെയ്ത് ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഉടമസ്ഥനായ റബ്ബേ, നിന്റെ മഹവായ പതിലുകൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പ് ചെയ്ത് തരണം തമ്പുരാനെ. നീ മാപ്പ് ചെയ്ത് തരണം തമ്പുരാനെ. ഞങ്ങളുടെയും പറയപ്പെട്ടവരുടെയും ശിഷ്ട ജീവിതം നിന്റെ പൊരുത്തത്തിലാക്കി തരണേ തമ്പുരാനെ. നാഥാ, നീ പൊരുത്തപ്പെടാത്ത മുഴുവൻ വാക്ക്, ചിന്ത, പ്രവൃത്തികളെ തൊട്ടും അടിയങ്ങൾക്ക് നീ കാവല് നൽകണം തമ്പുരാനെ. അർഹമുർറാഹിമീനായ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങൾ എണ്ണിപ്പറഞ്ഞവരിൽ പലരും മരണപ്പെട്ട് ഖബറാകുന്ന ആറടി മണ്ണറയിൽ പോയി കിടക്കുന്നു. എന്താണ് അവരുടെ അവസ്ഥ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ശിക്ഷയുടെ വല്ല അംശവും അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷത്തിൽ തന്നെ അതിൽ നിന്ന് അവർക്ക് നീ മോചനം നൽകണേ തമ്പുരാനെ. സാധുക്കളായ അടിയങ്ങളുടെയും മജ്‌ലിസും ദുആഉം അതിനൊരു നിമിത്തമായി ഞങ്ങളുടെ പക്കൽ നിന്ന് സ്വീകരിക്കണേ തമ്പുരാനെ. നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെയും അവരുടെയും ഖബർ ജീവിതവും അനന്തര ജീവിതവും നീ സന്തോഷത്തിലും വിജയത്തിലുമാക്കണേ തമ്പുരാനെ. ഖബറിലെ ഭയാനകമായ മുഴുവൻ അവസ്ഥകൾ തൊട്ടും ഞങ്ങളെയും അവരെയും നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. ഖബറിൽ പ്രകാശവും വിശാലതയും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. കണ്ണെത്താത്ത ദൂരം ഖബർ വിശാലമാക്കപ്പെടുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും അവരെയും ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. റഹ്മുർറാഹിമീനായ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളുടെയും അവരുടെയും ഖബറുകളിലേക്ക് നിന്റെ പരിശുദ്ധ സ്വർഗത്തിൽ നിന്നുള്ള ഒരു കവാടം തുറന്നു വെച്ച് ഞങ്ങളെ നീ സന്തോഷത്തിലാക്കണേ തമ്പുരാനെ. റഹ്മുർറാഹിമീനായ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ തമ്പുരാനെ, നീറുന്ന അനേകം വിഷയങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ മജ്‌ലിസിൽ വന്ന് ഒരുമിച്ച് കൂടിയ ഞങ്ങൾ ഓരോരുത്തരുടെയും, ഞങ്ങൾ എണ്ണിപ്പറഞ്ഞവരുടെയും ഹൃദയത്തിൽ അലട്ടുന്ന പ്രശ്നങ്ങൾ ഒരു വിശദീകരണവും ആവശ്യമില്ലാതെ അറിയുന്ന റബ്ബേ, എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും നീ ഖൈറായ പരിഹാരം എളുപ്പമാക്കി തരണേ തമ്പുരാനെ. വിശേഷിച്ചും രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന അനേകം സഹോദരി സഹോദരന്മാര്, വീടുകളിലും ആശുപത്രികളിലും ശയ്യാവലംബികളായി കഴിഞ്ഞുകൂടുന്നവര്, പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും റബ്ബേ നീ ശിഫയും ആഫിയത്തും എളുപ്പമാക്കണേ തമ്പുരാനെ. പരിപൂർണ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. വിശേഷിച്ചും ഈ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പരാമർശിച്ച സഹോദരന്മാർക്കും സഹോദരിമാർക്കും നീ എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പരിപൂർണ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. കഴിഞ്ഞ കാലങ്ങളെ പോലെ തന്നെ അവരുടെ ആത്മീയത്തിനെ അവർക്ക് തിരിച്ചു നൽകണേ തമ്പുരാനെ. റബ്ബേ, എല്ലാവിധ അപകടങ്ങളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും ഞങ്ങളെയും അവരെയും നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. റഹ്മുർറാഹിമീനായ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ തമ്പുരാനെ, ജീവിക്കുന്നിടത്തോളം കാലം ആഫിയത്തോടെ സിഹത്തോടെ ജീവിക്കാനും മരണം ഖൈറാകുന്ന സന്ദർഭത്തിൽ ആഖിബത്ത് നന്നായി മരിക്കാനും ഞങ്ങൾക്കും അവർക്കും നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. റഹ്മുർറാഹിമീനായ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ തമ്പുരാനെ, മൂക്കറ്റം കടത്തിൽ മുങ്ങി വിഷമിക്കുന്ന എത്രയോ സഹോദരങ്ങൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെയും അവരുടെയും കടങ്ങളെ നീ വീട്ടി തരുന്നേ തമ്പുരാനെ. ഏതെങ്കിലും കടമയോ ബാക്കി വെച്ചുകൊണ്ട് അടിയങ്ങളെ നീ മരിപ്പിക്കല്ല തമ്പുരാനെ. ഞങ്ങളെ നീ ആരുടെ മുമ്പിലും വഷളാക്കല്ല തമ്പുരാനെ. മാനം കെടുത്തല്ല തമ്പുരാനെ. ഞങ്ങളുടെ എന്തത്തെ നീ നിലനിർത്തി തരുന്നേ തമ്പുരാനെ. ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരുത്തന്റെ മുമ്പിൽ പോയി കൈനീട്ടി യാചിക്കാനുള്ള അവസ്ഥ ഞങ്ങൾക്ക് നീ വരുത്തല്ല തമ്പുരാനെ. റഹ്മുർറാഹിമീനായ റബ്ബേ, തൊഴിലില്ലാത്ത ധാരാളം സഹോദരങ്ങൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാ സഹോദരങ്ങൾക്കും നീ യോജിച്ച തൊഴിൽ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഉള്ള തൊഴിലിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഹൈറായ മാറ്റം എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ പലവരും തന്നെ തൊഴിലിന് വേണ്ടി രാജ്യം വിട്ടുപോയിട്ട് വിദേശ രാജ്യങ്ങളിൽ കഴിഞ്ഞുകൂടുന്നവരുണ്ട്. റബ്ബേ, ഞങ്ങൾക്കും അവർക്കും എല്ലാ
എല്ലാ അവസരത്തിലും നീ തുണയാവണേ തമ്പുരാനെ. ഒരു നിയമക്കുരുക്കിലും ഒരു ശത്രുവിന്റെ കുതന്ത്രത്തിലും ഒരു പ്രയാസത്തിലും അവരെ നീ പെടുത്തല്ല തമ്പുരാനെ. റബ്ബേ, അവർക്ക് എല്ലാവർക്കും നീ സന്തോഷവും സമാധാനവും നൽകണേ തമ്പുരാനെ. ഖൈറും ബർക്കത്തും നൽകണേ തമ്പുരാനെ. ഉയർച്ചയും വളർച്ചയും നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടി ഓടിച്ചാടി നടന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്കൊക്കെയും തന്നെ റബ്ബേ, നീ എല്ലാ രംഗത്തും ഖൈറ് നൽകണേ തമ്പുരാനെ. വിജയം നൽകണേ തമ്പുരാനെ. സന്തോഷം നൽകണേ തമ്പുരാനെ. സമാധാനം നൽകണേ തമ്പുരാനെ. റബ്ബേ, അവർക്കൊക്കെയും ഞങ്ങൾക്കും നീ ഇഖ്ലാസ് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഐശ്വര്യത്തോടെ സന്തോഷത്തോടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചെത്താൻ, കാണാനും ഒരുമിച്ച് ജീവിക്കാൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. റഹ്മർ റഹീമീനായ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെയും വിവാഹപ്രായം എത്തി നിൽക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് റബ്ബേ. വിവാഹത്തിന് ആഗ്രഹിക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും നീ യോജിച്ച ഇണകളെ എളുപ്പമാക്കണേ തമ്പുരാനെ. യോജിച്ച ഇണകളെ എളുപ്പമാക്കണേ തമ്പുരാനെ. വിവാഹം നിശ്ചയിച്ച് അതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളുണ്ട് റബ്ബേ. ഹൈറായ രൂപത്തിൽ അത് പൂർത്തീകരിക്കാൻ ആവശ്യമായ സമ്പത്തും മറ്റെല്ലാ സൗകര്യങ്ങളും നീ എളുപ്പമാക്കണേ തമ്പുരാനെ. റഹ്മർ റഹീമീനായ മലിക്കുൽ മുലൂക്കായ സയ്യിദായ തമ്പുരാനെ, ഞങ്ങൾ എണ്ണിപ്പറഞ്ഞ മുഴുവൻ ആളുകൾക്കും അവർക്ക് ഖൈറായ ദാമ്പത്യ ജീവിതം നീ നൽകണേ തമ്പുരാനെ. സന്തോഷമുള്ള ദാമ്പത്യ ജീവിതം നൽകണേ തമ്പുരാനെ. പരസ്പരം ഇൽഫത്തും മഹബത്തും വർദ്ധിപ്പിച്ച് നൽകി സന്തോഷിപ്പിക്കണേ തമ്പുരാനെ. പരസ്പരം നല്ല സ്വഭാവവും സംസ്കാരവും ഉള്ളവരാക്കി തീർക്കണേ തമ്പുരാനെ. നാദാ, വിവാഹം കഴിഞ്ഞ് അനേകം വർഷങ്ങളായിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമില്ലാത്ത എത്രയോ സഹോദരി സഹോദരന്മാര് ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളിലും സ്നേഹജനങ്ങളിലും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുമുണ്ട് റബ്ബേ. എല്ലാവർക്കും നീ സാലിഹായ സന്താനങ്ങളെ നൽകണേ തമ്പുരാനെ. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം പോലെ പൂർത്തീകരിച്ച് നൽകി നീ സന്തോഷത്തിലാക്കണേ തമ്പുരാനെ. റഹ്മർ റഹീമീനായ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ തമ്പുരാനെ, ഗർഭിണികളായ സഹോദരിമാർക്ക് നീ സുഖപ്രസവം നൽകണേ തമ്പുരാനെ. ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന എല്ലാ ക്ഷീണങ്ങളും പ്രയാസങ്ങളും അവർക്ക് നീ ലഘൂകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവർക്ക് ആഫിയത്തും സിഹത്തും നൽകണേ തമ്പുരാനെ. സന്തോഷവും സമാധാനവും നൽകണേ തമ്പുരാനെ. ഓപ്പറേഷൻ ആക്കല്ല തമ്പുരാനെ. സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും മാതാപിതാക്കൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി തീർക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളിൽ നിന്ന് ഞങ്ങളുടെ കണ്ണിന് കുളിർമ നൽകണേ തമ്പുരാനെ. റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നീ സൽബുദ്ധി നൽകണേ തമ്പുരാനെ. തന്റെ ഇടം നൽകണേ തമ്പുരാനെ. ഓർമ്മബുദ്ധി നൽകണേ തമ്പുരാനെ. ഓർമ്മശക്തി വർദ്ധിപ്പിക്കണേ തമ്പുരാനെ. ബുദ്ധി കുറഞ്ഞതിന്റെ പേരിൽ പഠിക്കാൻ പ്രയാസപ്പെടുന്ന അനേകം മക്കളുണ്ട് റബ്ബേ. നീ അവരുടെ കുറവുകളൊക്കെയും നികത്തി കൊടുക്കണേ തമ്പുരാനെ. ദീനിയും ദുന്യവിയുമായ എല്ലാ വിദ്യയും നേടി യോഗ്യന്മാരാകാനും ഉന്നത സ്ഥാനങ്ങളിലെത്താൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. റഹ്മർ റഹീമീനായ റബ്ബേ, ഞങ്ങളെയും അവരെയും നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ തമ്പുരാനെ. ആഖിർ സമാന്റെ ചവറുകളാക്കല്ലേ തമ്പുരാനെ. ദീനിന് അവരെ കൊണ്ട് അഭിമാനം ഉണ്ടാക്കി തീർക്കണേ തമ്പുരാനെ. അപമാനം വരുത്തി തീർക്കുന്നവർ ആക്കല്ല തമ്പുരാനെ. നാഥാ, ഞങ്ങളെ ഞങ്ങളാക്കി തീർത്ത് ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാര് അവരുടെ ഉഖ്റവിയായ പദവികളെ നീ ഉയർത്തണേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്നവർക്കൊക്കെയും ആഫിയത്തുള്ള ദീർഘ ആയുസ് നൽകണേ തമ്പുരാനെ. ഉപാത്തായി പോയവർക്ക് എല്ലാവർക്കും അവരുടെ ഖബർ ജീവിതവും അനന്തര ജീവിതവും നീ സന്തോഷത്തിലും വിജയത്തിലും ആക്കണേ തമ്പുരാനെ. അവരുടെ കുരുത്തവും പൊരുത്തവും സമ്പാദിക്കാൻ ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. റഹ്മർ റഹീമീനായ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ തമ്പുരാന്, സാധുക്കളായ ഞങ്ങളൊക്കെയും കിതാബ് ഓതി പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ഭക്ഷണവും തയ്യാറാക്കി കാത്തിരുന്ന അനേകം സഹോദരി സഹോദരന്മാരുണ്ട് റബ്ബേ. ദീനിന്റെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കൈനീട്ടി ചെന്ന സമയത്തൊക്കെയും ഞങ്ങൾ നേരെ സഹായഹസ്തം നീട്ടിയവരുണ്ട് റബ്ബേ. അവർക്കൊക്കെയും നീ ഖൈറും ബർക്കത്തും നൽകണേ തമ്പുരാനെ. ഞങ്ങളെ സഹായിച്ചതും സ്നേഹിച്ചതും ആഖിറത്തിൽ വരുമ്പോൾ അവർക്ക് വലിയ മുതൽക്കൂട്ടാക്കി നീ കാണിച്ചു കൊടുക്കണേ തമ്പുരാനെ. അതിനെ നഷ്ടപ്പെടുത്തുന്ന മുഴുവൻ വാക്ക് ചിന്ത പ്രവൃത്തികൾ തൊട്ടും അവർക്ക് നീ കാവല് നൽകണേ തമ്പുരാനെ. വല്ലവരിൽ നിന്നും വല്ല ദുർബല നിമിഷങ്ങളിലും അതിനെ നഷ്ടപ്പെടുത്തുന്ന വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കുന്ന റബ്ബേ, അവർക്ക് നീ മാപ്പ് നൽകി അതിന്റെ ഫലം ആഖിറത്തിൽ അനുഭവിക്കാൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. റഹ്മർ റഹീം
റഹ്മർവാഹിമീനായ മലിക്കുൽ മുലൂക്കായ രാജ സയ്യിദായ തമ്പുരാനെ, കാലാകാലങ്ങളിൽ ഈ മജ്ലിസിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും റബ്ബേ നീ എല്ലാ ഖൈറും ബർക്കത്തും നൽകണേ തമ്പുരാനെ. നാഫിയായ ഇൽമിനെ പഠിക്കാനും പഠിപ്പിക്കാനും തൗഫീഖ് നൽകണേ തമ്പുരാനെ. അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സഖാഫി ഉസ്താദിനും മറ്റു പ്രവർത്തകർക്കും എല്ലാം നീ ബർക്കത്ത് നൽകണേ തമ്പുരാനെ. ഇൽമിലും അമലിലും ബർക്കത്ത് നൽകണേ തമ്പുരാനെ. ഇഖ്ലാസ് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. റഹ്മർവാഹിമീനായ മലിക്കുൽ മുലൂക്കായ രാജ സയ്യിദായ തമ്പുരാനെ, ഇനിയും അനേകം കാലം ഈ മജ്ലിസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും അവർക്കും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. റഹ്മർവാഹിമീനായ റബ്ബേ, ഞങ്ങളുടെ മജ്ലിസ് ദുആക്ക് ഉത്തരം ലഭിക്കുന്ന മജ്ലിസായി നീ സ്വീകരിക്കണേ തമ്പുരാനെ. ദുനിയാവിലെ സ്വർഗമാണെന്ന് നിന്റെ ഹബീബായ നിമിത്തങ്ങൾ പഠിപ്പിച്ച ഈ മജ്ലിസ് റബ്ബേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. റഹ്മർവാഹിമീനായ റബ്ബേ, പൂർവോപരി ഭംഗിയായി കൊണ്ടുനടക്കാൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഈ മജ്ലിസ് വെച്ച് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഖത്മുകൾ ഓതി തീർത്ത മുഴുവൻ മറ്റു ദിക്റുകളും ചൊല്ലിത്തീർത്ത മറ്റെല്ലാ സഹോദരന്മാരുടെ പക്കൽ നിന്നും അത് നീ ഖബൂൽ ചെയ്യണേ തമ്പുരാനെ. അതിന്റെ ബർക്കത്ത് അവരുടെ ജീവിതത്തിൽ നീ നൽകണേ തമ്പുരാനെ. റഹ്മർവാഹിമീനായ റബ്ബേ, ഖത്മോദി മജ്ലിസിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്തപ്പോൾ ഇനിയും അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടായി എന്ന് പ്രത്യേകം എണ്ണി പറയാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അതിന് പറ്റിയ തരത്തിലുള്ള മജ്ലിസായി ഞങ്ങളുടെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. റഹ്മർവാഹിമീനായ മലിക്കുൽ മുലൂക്കായ രാജ സയ്യിദായ തമ്പുരാനെ, പഠിച്ചത് ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. നാഫിയായ ഇൽമിനെ ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. റഹ്മർവാഹിമീനായ റബ്ബേ, നന്മയെ നന്മയാക്കി മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ പുലുകാനും തിന്മയെ തിന്മയാക്കി മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ജീവിതത്തിൽ നിന്ന് ത്യജിക്കുവാനും ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. റഹ്മർവാഹിമീനായ മലിക്കുൽ മുലൂക്കായ രാജ സയ്യിദായ തമ്പുരാനെ, ഭവനങ്ങളില്ലാത്ത ഒരുപാട് സുഹൃത്തുക്കൾ ദ്വാരക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യോജിച്ച ഭവനം നിർമ്മിക്കാൻ സ്ഥലമില്ലാത്തവർക്ക് സ്ഥലവും ഉള്ളവർക്ക് അതിലേക്ക് വെള്ളവും വെളിച്ചവും വഴിയും എല്ലാം നീ എളുപ്പമാക്കണേ തമ്പുരാനെ. റബ്ബേ, ഭവനപ്പണി തുടങ്ങി ഇടക്കെത്തി നിൽക്കുന്നവരുണ്ട്, എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ഭവനങ്ങളൊക്കെയും നീ സാലിഹീങ്ങളുടെ ഭവനങ്ങളാക്കണേ തമ്പുരാനെ. പല ഭവനങ്ങളും ഈ കാലഘട്ടത്തിലെ സിനിമ ഹാളുകളായി മാറിപ്പോയി. അത്തരം മോശമായ പ്രവർത്തനങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെയും നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. റബ്ബേ, നീ ഞങ്ങൾക്ക് നൽകിയ ഏതെങ്കിലും ഒരു അനുഗ്രഹം നിനക്ക് പൊരുത്തമില്ലാത്ത വഴിയിൽ ഉപയോഗിക്കുന്നതിന് തൊട്ട് ഞങ്ങൾക്ക് നീ കാവല് നൽകണേ തമ്പുരാനെ. റബ്ബേ, ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ഉദ്ദേശിച്ച അനേകം സഹോദരി സഹോദരന്മാർ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയത്തായ സിയാറത്തും നിർവഹിക്കാൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഹബീബായ നിമിത്തങ്ങളുടെ തിരു ഹളറത്തിൽ ചെന്ന് അവിടത്തേക്ക് നേരിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹ് എന്ന് സലാം പറയാനുള്ള ഭാഗ്യം അനേകം തവണ നൽകി ഞങ്ങളെ നീ സന്തോഷത്തിലാക്കണേ തമ്പുരാനെ. റഹ്മർവാഹിമീനായ റബ്ബേ, അവിടത്തോടുള്ള ഹുബ്ബ് ഞങ്ങളുടെ കൽബിൽ നീ നിറച്ചു തരണേ തമ്പുരാനെ. അവിടുത്തെ ഇകഴ്ത്തുന്ന പുത്തനാശയക്കാരോട് ഒരു കാലത്തും ഒരു തരത്തിലും അവസാനിക്കാത്ത വെറുപ്പ് ഞങ്ങളുടെ കൽബിൽ നീ നിലനിർത്തി തരണേ തമ്പുരാനെ. ആ ദുഷ്ടന്മാരെ പ്രതിരോധിക്കാനുള്ള വിധം പ്രതിരോധിക്കാനുള്ള എല്ലാ കഴിവും നൽകി ഞങ്ങളെയും ഞങ്ങളുടെ നേതാക്കളെയും നീ സന്തോഷത്തിലാക്കണേ തമ്പുരാനെ. പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ഹൃദയങ്ങളെയും നീ യോജിപ്പിലാക്കണേ തമ്പുരാനെ. അതിന്റെ ശത്രുക്കളെ നീ തകർത്ത് തരിപ്പണമാക്കണേ തമ്പുരാനെ. അവരുടെ കുതന്ത്രങ്ങൾ അത്രയും അവരുടെ നെഞ്ചിലേക്ക് തന്നെ നീ തിരിച്ചയക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഉസ്താദ്മാർക്കും നേതാക്കൾക്കും നീ ആഫിയത്തുള്ള ദീർഘ ആയുസ് നൽകണേ തമ്പുരാനെ. അവരുടെ തണലിലായി ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിന്റെ എളിയ ഖാദിമീങ്ങളായി ജീവിക്കാൻ ഞങ്ങൾക്കൊക്കെയും നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. റഹ്മർവാഹിമീനായ മലിക്കുൽ മുലൂക്കായ രാജ സയ്യിദായ തമ്പുരാനെ, ഞങ്ങളുടെ കൽബുകളൊക്കെ നിന്റെ മാരിഫത്തിന്റെ നൂറ് കൊണ്ട് നീ പ്രകാശിപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കൽബുകളിൽ അടിഞ്ഞുകൂടിയ കിബ്ർ, ഹസദ്, റിയാ, ഉജ്ബ്, ഹിർസ്, അമൽ തുടങ്ങി